الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيبي يا رسول الله. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك
عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا صدق الله مولانا العظيم. عن معاوية بن جابر رضي الله تعالى عنه أنه قال أتيت النبي صلى الله عليه وسلم أستشيره في الجهاد فقال لي رسول الله صلى الله عليه وسلم أحي والدتك فقلت نعم فقال لي رسول الله صلى الله عليه وسلم ارجع فاذهب فإن الجنة تحت رجليها صدق رسول الله. رب ربه لم يعرف ما لم يروب ربيبه لكن أضل القوم بالآراء لا إله إلا الله هو محمد رسول الله زر ضريح المصطفى وزد إقامة به زرت حميم زاويا عن قلبك زلزال زال لا إله إلا الله هو محمد رسول الله سلسبيلا سار فيه سيد سادات سير سلسبيلا تسق في الحالات كسلسال سال لا إله إلا الله رسول الله شل شريعة ولا تفشل إذ شريعته شرعة الشفيع ينفو آدك الأفشال شال لا إله إلا الله മഹനീയമായ ഈ വേദിക്ക് അധ്യക്ഷൻ അലങ്കരിക്കുന്ന ഉറൂസ് കമ്മിറ്റിയുടെ കൺവീനർ SCA ലത്തീഫ് സാഹിബ് അവറുകൾ, നമുക്കെല്ലാവർക്കും സ്വാഗതം ആശംസിച്ച CM ബഷീർ സാഹിബ് അവറുകൾ, വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന അസീസ് ഹാജി, അബ്ദുള്ള ഹാജി, നൗഷാദ് എ, ഷഫീഖ് ബി, റാഷിദ് കെ, ഷരീഫ് കെ, ഇക്ബാൽ പി അടക്കമുള്ള സമുന്നതരായ ഉമറാക്കളെ, പ്രിയപ്പെട്ട മുഅല്ലിം സുഹൃത്തുക്കളെ, സഹോദര സഹോദരിമാരെ, ഒന്നിനായ മഹല്ലിന്റെ ഖത്തീബ് ഉസ്താദ് അടക്കമുള്ള ഉലമാക്കളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദര സമുദായത്തിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർക്ക് പ്രിയത്താൽ ഇസ്ലാമിന്റെ ധന്യാഭിവാദനങ്ങൾ. അള്ളാഹുവിന്റെ അണുവത്ത അനുഗ്രഹത്താൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൽമിന്റെ സദസ്സിൽ ഒരുമിക്കുവാൻ അള്ളാഹു അവസരം നൽകി. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ.
അർഹമർ-റാഹിമായ അല്ലാഹു നമ്മളിൽ നിന്ന് വന്നുപോയ മുഴുവൻ പാപങ്ങളും വിട്ടുപുറത്തും മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ശിഷ്ടകാല ജീവിതം അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിച്ച് അവസാനം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്ക് ഏവർക്കും നസീബാക്കുമാറാവട്ടെ. നമ്മളിലും സന്താന പരമ്പരകളിലും ഈമാനികമാകുന്ന സൗഭാഗ്യം അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ സത്യവിശ്വാസികൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഉറ്റവരുടെയവർ, നമ്മുടെ മഹല്ലുകളുടെ പ്രവിശാലമാക്കപ്പെട്ട ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന കുടുംബാദികൾ, അല്ലാഹു ഏവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരോടൊപ്പം നാളെ അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കുവാനുള്ള മഹാസൗഭാഗ്യം നാഥനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി തുണയ്ക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മുഅ്മിനീങ്ങളാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം കടമകൾ ശ്രദ്ധിക്കേണ്ടവരായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട് കടമകളുണ്ട്, മക്കൾക്ക് മാതാപിതാക്കളോട് കടമകളുണ്ട്, അയൽവാസികളോട് നമുക്ക് കടമകളുണ്ട്, ബന്ധുമിത്രാദികളോട് കടമകളുണ്ട്, നമ്മുടെ കുടുംബാദികളോട്, രക്ഷിതാക്കളോട്, അന്യമതത്തിൽപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ടവരോട് എന്ന് വേണ്ട ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളോടും നമ്മൾ മാന്യമായി കരുണയോടുകൂടി വർത്തിക്കണം. ആദരവായ നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് എല്ലാ സൃഷ്ടിജാലങ്ങളോടും കടമകളും കടപ്പാടും വേണം. എല്ലാവരോടും കരുണയോടുകൂടി വേണം വർത്തിക്കാൻ. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലാണ് ഇസ്ലാം ഉത്ബോധനം നടത്തുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തുഅ്മിനൂ ഹത്താ തുറഹിമൂ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാകുകയില്ല ഹത്താ തുറഹിമൂ, നിങ്ങൾ കരുണ കൊണ്ട് വർത്തിക്കൽ കൊണ്ടല്ലാതെ, നിങ്ങൾ ജനങ്ങൾക്ക് കരുണ ചെയ്യാതെ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാകുകയില്ല. ഫഖാലൂ, ഉടനെ സഹാബത്ത് നബിയോട് പറയുകയാണ്, കുല്ലുനാ റഹീമുൻ യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഞങ്ങൾ കരുണ ചെയ്യുന്നവരാണ് റസൂലേ, ഞങ്ങൾക്കിടയിൽ പരസ്പരം കരുണയുണ്ട്, ഞങ്ങൾ കരുണ ചെയ്യുന്നവരാണ് റസൂലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, ലൈസ ബിറഹ്മതി അഹദികും, നിങ്ങൾ പരസ്പരം വിശ്വാസികൾക്കിടയിലുള്ള കരുണയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, വലാകിന റഹ്മത്തുൽ ആമ്മാ, വലാകിന റഹ്മത്തുൽ ആമ്മാ, ലോക ജനതയ്ക്ക് മുഴുവനും കാരുണ്യമായി വർത്തിക്കണേ. ലോകത്തുള്ള എല്ലാവർക്കും, എല്ലാ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും നിരീശ്വരവാദികൾക്കും മുക്തിവാദികൾക്കും എന്ന് വേണ്ട ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളോടും കാരുണ്യത്തോടുകൂടി വർത്തിക്കണേ വർത്തിക്കണേ. അങ്ങനെ വർത്തിക്കൽ കൊണ്ടല്ലാതെ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാകുകയില്ല എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. എല്ലാ സൃഷ്ടികളോടും എല്ലാ മതസ്ഥരോടും എല്ലാവരോടും കാരുണ്യമായി വർത്തിക്കണം. അതല്ലേ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറയ്ക്കാൻ പാടില്ല, ആ അയൽവാസി ഒരു അമുസ്ലിം ആണെങ്കിലും ശരി എന്നർത്ഥം.
അന്യമതത്തിൽപ്പെട്ടവനാണ്. നിന്റെ വീട്ടിൽ നല്ല മാംസാഹാരം വെച്ചു സുഭിക്ഷമായി കഴിക്കുന്ന ശൈലി പാടില്ല. ആ കറിയിൽ അല്പം വെള്ളം കൂട്ടി ചേർത്തിട്ടായാലും പാവപ്പെട്ട അയൽവാസിക്ക് നീ ഊട്ടണേ, ഭക്ഷണം നൽകണേ, അവന്റെ മക്കളെയും പരിഗണിക്കണേ എന്ന് ആദരമായ ശഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം വിഭാവനം ചെയ്യുന്നതാണ്. അയൽവാസിയാകുന്ന സഹോദരന്റെ മക്കൾ നിന്റെ മക്കളോടൊപ്പം കൂടപ്പിറപ്പുകളായി കളിച്ചുകൊണ്ടിരിക്കവേ, നിന്റെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്കിടയിൽ അയൽവാസിയാകുന്ന സഹോദരനെ അവന്റെ മക്കളെ പറഞ്ഞുവിടാൻ പാടില്ല. ഭക്ഷണത്തിന്റെ സമയമാകുമ്പോ കുട്ടികൾ വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് ആ മക്കളെ വീട്ടിൽ പറഞ്ഞുവിടാൻ പാടില്ല. ആ മക്കളെ കൂടി ചേർത്തിരുത്തിയിട്ട് ഭക്ഷണത്തിൽ വിശാലത നൽകണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ ആ രീതിയിലാണ് ഈ നാട്ടിൽ വർത്തിച്ചു പോകുന്നത്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയല്ലേ ഈ പരിപാടിക്ക് സജീവ പങ്കാളിത്തം സഹോദര സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാരടക്കം ഈ സദസ്സിൽ പങ്കെടുക്കുന്നു. അവർ എന്തൊക്കെ സഹായങ്ങൾ അവരുടെ ശാരീരികമായി ചെയ്യണോ അതവർ ചെയ്തു കൊടുക്കാൻ തയ്യാറാകുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ആ രീതിയിൽ അവരോട് വർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അല്ലാഹു അത് നിലനിർത്തുമാറാവട്ടെ. എന്താ ഒരു ആമീനില്ലാത്തത്? അല്ലാഹു നിലനിർത്തുമാറാവട്ടെ. ആമീന് കുറവ് വരാൻ പാടില്ല. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഈ നൽകിയിട്ടുള്ള ആത്മീയത അള്ളാഹു 10 മടങ്ങ് വർദ്ധിപ്പിക്കുമാറാവട്ടെ. നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന അമാലുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ല ഒരു തുക എല്ലാവരും കയ്യിലെടുക്കുക. ബക്കറ്റ് വരുന്നുണ്ട്, അതിന് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും കൊടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബക്കറ്റ് കൊണ്ടുവന്നോളൂ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒരു സംഭാവന എടുത്തു വെക്കണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നല്ല നിയ്യത്തിൽ എന്റെ ആഖിബത്ത് നന്നാവണം. ഈ നാടിന്റെ ഐക്യവും ഈ സ്നേഹവും ഈ കൂട്ടായ്മയും നിലനിൽക്കണം. പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കാൻ എനിക്ക് തൗഫീഖ് നൽകണം. എന്റെ മക്കൾ എനിക്ക് സാലിഹീങ്ങളായി തീരണം, ആബിദീങ്ങളാകണം, ഹാഫിളീങ്ങളാകണം എന്ന് നിയ്യത്ത് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സദഖായിക്കോട്ടെ. അല്ലാഹു നമ്മുടെ സദഖയെ സ്വീകരിക്കുമാറാവട്ടെ. ഉറക്കാമി പറയും, അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ ഒരുമിച്ചൂടൽ ഖബൂലാക്കണേ റബ്ബേ. ഏതെല്ലാം ലക്ഷ്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ടോ ആ ലക്ഷ്യങ്ങൾ മുഴുവനും നീ പൂണിച്ചു തരണേ അല്ലാ. ഇവിടെ വന്നു ചേർന്ന മുഴുവൻ സഹോദര സഹോദരിമാരെയും നീ ഖബൂലാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാ. മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ റബ്ബേ. പാരത്രിക ലോകത്ത് മക്കളെ കൊണ്ട് വിജയിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങൾ ഈ നൽകുന്ന സദഖ കാരണമായി ആഖിറത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ ഈ നാട്ടിലുള്ള മതമൈത്രിയും ഈ സ്നേഹവും നീ നിലനിർത്തി തരണേ റബ്ബേ. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന മഹല്ലിന്റെ പരിപാലക സമിതി അംഗങ്ങൾ, ഞങ്ങളുടെ നേതൃത്വത്തിന്റെ ഉലമാക്കൾ സർവർക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാ. ദീർഘായുസ്സ് നസീബാക്കണേ അല്ലാ. ഇവിടെ അടങ്ങിയിരിക്കുന്ന മണവാട്ടി ബീവിയുടെ പൊരുത്തം നൽകണേ റബ്ബേ. അവരുടെ മദതിലാക്കണേ അല്ലാ, അവരുടെ ഹിഫ്ളിലാക്കണേ അല്ലാ. സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ബക്കറ്റില്ലേ നമ്മൾ കൊണ്ടുവരണം. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. വാലണ്ടിയേഴ്സ് ഇല്ലേ പിള്ളേര്? ഇതെന്താ കോഴിക്കുഞ്ഞിനെ വളർത്തുന്ന സാധനമാണല്ലോ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്കിനി കുറച്ചു നേരം ദീനിന്റെ ചർച്ചകൾ ഇരിക്കാം. സമയം ഒരുപാട് വൈകിട്ടുണ്ട്, എന്നാലും നമുക്ക് വേഗം ഇരിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളെ ബുദ്ധിമുട്ടിക്കൂല. നിങ്ങൾ ഈ സദസ്സിൽ നിന്ന് ഓരോരുത്തർ ഇങ്ങനെ പോകുന്ന അനുസരിച്ച് ഞാൻ അതിന്റെ സമയം ഇങ്ങനെ ഓരോ മിനിറ്റ് കുറച്ചുകൊണ്ടേയിരിക്കും. വേഗം നമുക്ക് നിർത്താം. മനസ്സിലായില്ലേ? ധൃതി പിടിക്കണ്ട. മാതാപിതാക്കളോട് മക്കൾക്കുള്ള കടമകൾ ധാരാളമാണ്. എത്ര നന്മകൾ മാതാപിതാക്കൾക്ക് ചെയ്താലും
ഒരിക്കലും തന്നെ പരിപൂർണ അർത്ഥത്തിൽ അഥവാ അവർ നിനക്ക് വേണ്ടി ചെറുപ്പത്തിൽ നൽകിയ സ്നേഹത്തിന് പകരം വെക്കാൻ പറ്റൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മാതാപിതാക്കളെ നല്ലതുപോലെ സ്നേഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരുടെ പൊരുത്തമുള്ള മക്കളായി അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ജാഅ റജുലുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം فقال يا رسول الله ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, നബിയേ നബിയേ ഇന്ന അബവയ്യ ബലഗാ മിനൽ കിബർ വ ഇന്നി ഔലി മിൻഹുമാ മാ വലിയ മിനസ് സിഗരി. അല്ലാഹുവിന്റെ റസൂലേ റസൂലേ എനിക്ക് പ്രായം ചെന്നതാകുന്ന മാതാപിതാക്കളുണ്ട് നബിയേ, മാതാവും പിതാവും ഉണ്ട് നബിയേ, രണ്ടുപേരും പ്രായപത്യവരാണ്. വ ഇന്നി ഔലി മിൻഹുമാ മാ വലിയ മിനസ് സിഗരി. ചെറുപ്പത്തിൽ അവർ എനിക്ക് നൽകിയ സ്നേഹത്തിന് പകരമായി ഞാൻ അവരെ ഏറ്റെടുത്തവനാണ്, ഞാൻ അവർക്ക് സ്നേഹം നൽകുന്നവനാണ്, ഞാൻ അവർക്ക് പാർപ്പിട സൗകര്യം നൽകിയവനാണ്, ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവനാണ്, ഞാൻ അവർക്ക് ശുശ്രൂഷകൾ നൽകുന്നവനാണ് നബിയേ. വഅനി മിൻഹുമാ മാ വലിയ മിനസ് സിഗരി. ചെറുപ്പത്തിൽ എന്റെ മാതാപിതാക്കൾ എന്നെ നോക്കിയതിന് പകരമായി ഞാൻ അവരെ ഇന്ന് മാന്യമായ രീതിയിൽ നോക്കുന്നുണ്ട് നബിയെ, ശുശ്രൂഷിക്കുന്നുണ്ട് നബിയെ. ഫഹൽ ഖളൈതു ഹഖഹുമാ ഫഹൽ ഖളൈതു ഹഖഹുമാ. എന്റെ മാതാവിനോടും പിതാവിനോടുമുള്ള ബാധ്യത ഞാൻ നിർവഹിച്ചവനല്ലയോ? നല്ല ചോദ്യമാണ്. നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു ചോദ്യം തന്നെയാണത്. കാരണം പണ്ട് കാലങ്ങളിൽ ഈ നാട്ടിലേക്ക് വന്ന സമയത്ത് നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും ഒന്നുമില്ല, കുടിയേറി പാർത്ത ആ സമയത്ത് ഒന്നുമില്ല, എന്തെങ്കിലുമൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ കഴിഞ്ഞു പോവാൻ. നമ്മളന്ന് കുട്ടികൾ, ഇന്ന് വളർന്നു വലുതായി, ഇന്ന് നീ ഒറ്റക്കാലിൽ നിൽക്കാനുള്ള ത്രാണിയായി, നീ ഗൾഫിൽ പോയി സമ്പാദിച്ചു, ഇല്ലെങ്കിൽ നാട്ടിൽ തന്നെ കച്ചവടം ചെയ്തു, കൃഷി ചെയ്തു, ഏക്കർ കണക്കിന് ഭൂസ്വത്തുകളായി, നിനക്ക് നല്ല സമ്പാദ്യമായി, നാട്ടിൽ അറിയപ്പെട്ട പ്രമാണിയായി, ഇന്ന് നീ അമ്പരചുംബികളായ വീടുകൾ വെച്ചു, നിന്റെ മാതാപിതാക്കളെ അതിൽ താമസിപ്പിക്കുന്നു. ചെറുപ്പത്തിൽ നിനക്ക് നൽകിയ സ്നേഹത്തിനും നിനക്ക് നല്ല പരിലാളനയ്ക്കുമൊക്കെ 100 ഇരട്ടി മാന്യമായ രീതിയിൽ നീ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. എയർ കണ്ടീഷണർ റൂം, കണ്ടംപററി സ്റ്റൈലുള്ള വീട്, എല്ലാ സൗകര്യങ്ങളും, വീട്ടുമുറ്റത്ത് വാഹനം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്. ഉമ്മാക്ക് ഉപ്പാക്ക് ജോലിക്കാരികൾ വെച്ചു കൊടുത്തു. പണ്ട് ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലായിരുന്നു വാപ്പ ഉമ്മ നിന്നെ വളർത്തിയിരുന്നത്. എന്നാൽ ഇന്നതെല്ലാം മാറ്റി അതിനേക്കാൾ നല്ല ഹൈറായ ഒരു വീട്, എല്ലാ നിലക്കും സാമ്പത്തികമാകുന്ന സ്രോതസ് നിനക്ക് അല്ലാഹു വർദ്ധിപ്പിച്ചു. അപ്പൊ നിന്റെ മനസ്സിലൊരു തോന്നൽ വരാൻ, എന്റെ വാപ്പായും ഉമ്മായും എനിക്ക് വേണ്ടി നൽകിയതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഞാനിപ്പോൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അവരോടുള്ള ബാധ്യതകൾ നിർവഹിച്ചവനല്ലേ എന്ന് മനസ്സിലൊരു ചിന്ത വന്നാൽ അതിനുള്ള ഉത്തരമാണ് ഇതേ ചോദ്യം. 1400 വർഷം മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാൻ നല്ലതുപോലെ ശ്രദ്ധിക്കുക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ നബിയേ ഞാൻ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുകയാണ്, അവർക്ക് നല്ല മനോഹരമായ വീട് വെച്ചു കൊടുത്തു, മാന്യമായ രീതിയിലുള്ള വസ്ത്രവിധാനം നൽകി, മാന്യമായ ഭക്ഷണം നൽകുന്നുണ്ട്, എല്ലാ നിലയ്ക്കുമുള്ള സൗകര്യങ്ങൾ നൽകി നബിയേ. ചെറുപ്പത്തിൽ അവർ എനിക്ക് നൽകിയ സ്നേഹത്തിന് പകരമായി മാന്യമായ നിലയിൽ ഞാൻ അവർക്ക് സേവനം ചെയ്തു റസൂലേ. ഫഹൽ ഖളൈതു ഹഖഹുമാ ഫഹൽ ഖളൈതു ഹഖഹുമാ. അവരോടുള്ള ബാധ്യതകൾ വീട്ടിയവനല്ലയോ? അവർ നൽകിയതിനേക്കാൾ അത്യുത്തമമാകുന്ന രീതിയിലുള്ള വീടുകളും വാഹന സൗകര്യങ്ങളും ഞാൻ അവർക്ക് നൽകിയതുകൊണ്ട് അവരോടുള്ള ബാധ്യത പരിപൂർണമായി നിർവഹിച്ചവനല്ലയോ? അല്ലാഹുവിന്റെ റസൂൽ ഉടനെ അനുയായിയോട് പറയുകയാണ്, ലാ ഇല്ല മോനെ ഇല്ല
ഇല്ല മോനെ. ഫഇന്നഹുമാ കാനാ യഫ്അലാനി ദാലിക വഹുമാ തുഹിബ്ബാനി ബഖാഅക വഅൻത തഖദിമു ലഹുമാ തുരീദു മൗതഹുമാ. മാതാവും പിതാവും നീ കുഞ്ഞായിരിക്കുന്ന സമയത്ത്, നീ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് നിന്നെ താരാട്ട് പാട്ടി ഉറക്കിയത്, നിനക്ക് അമ്മിഞ്ഞപ്പാല് നൽകിയത്, നിനക്ക് പനി വരുമ്പോ നിന്റെ കൂടെ കടന്ന പ്രിയപ്പെട്ട മാതാവ്, നിന്നെ ഹോസ്പിറ്റലിലേക്ക് തോളിലിട്ടുകൊണ്ട് കൊണ്ടുപോയതാകുന്ന പ്രിയപ്പെട്ട പിതാവ്, ഏത് ജോലി കഴിഞ്ഞും ഏത് പാതിരാത്രി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും നിന്നെ തൊട്ടിൽ നിന്നെടുത്ത് മൊത്തം കൊടുത്തുകൊണ്ട് പാവപ്പെട്ട പിതാവ് വിങ്ങിപ്പൊട്ടാറുണ്ടായിരുന്നു. ആ പിതാവിന്റെ മനസ്സിന്റെ അകത്തളങ്ങളിലുള്ള ചിന്ത നിനക്ക് ഭക്ഷണം നൽകിയത്, നിന്നെ താരാട്ട് പാട്ടി ഉറക്കിയത്, നിന്റെ ആരോഗ്യം അവർ പ്രത്യേകമായി ശ്രദ്ധിച്ചത്. ഒരു ചെറിയ ജലദോഷം വരുമ്പോ ഡോക്ടറിന്റെ അടുക്കലേക്ക് മാതാപിതാക്കൾ നിന്നെ കൊണ്ടുപോയത് അവരുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്, ഈ ദുനിയാവിൽ നീ എന്നും ജീവിച്ചിരിക്കണമെന്നുള്ള ലക്ഷ്യമാണ്. എന്റെ പൊന്നമോൾ, എന്റെ പൊന്നമോൾ ആരോഗ്യ ദൃഢഗാത്രയായി എന്നും ഈ ദുനിയാവിൽ ഉണ്ടാകണേ എന്നുള്ള ആശയായിരുന്നു പ്രിയപ്പെട്ട പ്രിയപ്പെട്ട വാപ്പയ്ക്കുണ്ടായിരുന്നത്. എന്നാൽ പൊന്നമോനെ, പൊന്നമോനെ ദുനിയാവിന്റെ പിറകെ പോകുന്ന മക്കളല്ലയോ നീ മാതാപിതാക്കൾക്ക് ഇപ്പോൾ ഖിദ്മത്ത് എടുക്കുന്നത്. തുരീദു മൗതഹുമാ, മാതാവിന്റെയും പിതാവിന്റെയും മരണം കണ്ടുകൊണ്ടാണ്, മരണം കണ്ടുകൊണ്ടാ ഈ വാപ്പയൊന്ന് മരിച്ചാൽ മതിയായിരുന്നു, ഈ ഉമ്മ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്ന് കരുതിയിട്ടല്ലേ ഖിദ്മത്ത് എടുക്കുന്നത്. അതുകൊണ്ട് സേവനം പരിപൂർണമല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്ന് ചിന്തിച്ചു നോക്കണേ, ബളാലിലുള്ള കല്ലഞ്ചിറയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, നമ്മുടെ മക്കൾ ഈ നിലയ്ക്കല്ലയോ നമ്മൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ടോ, സ്നേഹിക്കുന്നുണ്ടോ? ഷുഗർ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട വാപ്പ, കൊളസ്ട്രോൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പ്രിയപ്പെട്ട ഉമ്മ, കിഡ്നിക്ക് ട്രബിൾ ഉണ്ടായിട്ട് എത്രയോ ദിവസങ്ങളായി വാപ്പ പറയുകയാ, പൊന്നുമോനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ, ഹോസ്പിറ്റലിലേക്കൊന്ന് കൊണ്ടുപോകണേ. വീട്ടിൽ വാഹനങ്ങൾ നിരവധിയാണ്, വലിയ സാമ്പത്തിക ശേഷിയുള്ളതാകുന്ന മകനാ, പക്ഷെ വാപ്പയെ കൊണ്ടുപോകാൻ മകൻ തയ്യാറാവുന്നില്ല, മകള് തയ്യാറാവുന്നില്ല. സ്വന്തമായ ഒരു ചെറിയ ജലദോഷം വരുമ്പോ ഹോസ്പിറ്റലിലേക്ക് ഓടുന്നവരെ, ഡോക്ടർമാരെ കണ്ടുകൊണ്ട് മരുന്ന് കുറിച്ചു കുടിക്കുന്നവരെ, വാപ്പയും ഉപ്പയും സുഖമില്ലാതെ കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി, വർഷമായി അവർക്ക് മാസത്തിൽ നടക്കുന്ന ചെക്കപ്പ് കൃത്യമായി നടത്തുന്നവരുണ്ടോ? അവരുടെ ശാരീരികമാകുന്ന അസ്വസ്ഥതകൾ ശ്രദ്ധിക്കുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് മാതാപിതാക്കൾക്കുള്ള സേവനങ്ങൾ ചെയ്തത് നബിയെ ഹക്ക് പൂർത്തീകരിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോ 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടിയാ, ഇല്ല പൊന്നുമോനെ, മാതാപിതാക്കൾക്കുള്ള സേവനം ഒരിക്കലും പൂർത്തീകരിക്കപ്പെടൂല. കാരണം നീ മാതാപിതാക്കളെ സേവനം ചെയ്യുന്നത് തുരീദു മൗതഹുമാ, ഈ വാപ്പയൊന്ന് മരിച്ചാൽ മതിയായിരുന്നു, ഈ ഉമ്മയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു. നോക്കി മടുത്തല്ലോ അല്ലാ, നോക്കി മടുത്തല്ലോ അല്ലാ, ഈ ചിന്തയിലാണ്. അതുകൊണ്ട് ഒരിക്കലും മാതാപിതാക്കളോടുള്ളതാകുന്ന ഖിദ്മത്ത് പരിപൂർണമാവില്ല. സയ്യിദുനാ റസൂലുള്ളാഹി ശരിയല്ലേ? നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ഇത് ശരിയാണോ അല്ലേ എന്ന് ചിന്തിക്കാൻ അഊദു ബില്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ പറയാടാ ചെക്കപ്പിന് കൊണ്ടുപോകാൻ സമയം ആര് ശ്രദ്ധിക്കണം? ഒരു മൈൻഡും ഇല്ല, സമയമില്ല, വീട്ടിൽ വാഹനം ഇഷ്ടം പോലെ, വേണേ ആരെങ്കിലും ഒരാൾ ആക്കിത്തരാം, ഡ്രൈവറെ വേറെ കൊണ്ടുപോയിക്കോ, എനിക്ക് സമയമില്ല, എനിക്ക് ഓഫീസിൽ പോകണം, എനിക്ക് അവിടെ കൃഷിയുടെ വകുപ്പുണ്ട്, ഇന്ന് അവിടെ കൃഷി ഓഫീസറെ കാണാൻ പോകണ്ടാണ്, എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് വേറെ പണിയുണ്ട്. എന്നാ ഇവന് സുഖമില്ലാതിരുന്ന സമയത്ത് വാപ്പ ലീവ് എടുത്തിട്ടുണ്ട്, അതൊന്നും ഇവൻ അറിയുന്നില്ലല്ലോ, കാലം കുറെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഉമ്മാക്ക് പനി പിടിച്ചത് ഇവനെ തോളിലിട്ടുകൊണ്ട് ദിവസം മുഴുവനും രാത്രി മുഴുവനും ഉറക്കൊളച്ചപ്പോഴാ.
കുട്ടികൾ പനിച്ച് കിടക്കുമ്പോൾ ഉമ്മ അടുത്ത് കിടന്നിട്ട് വീണ്ടും ഒന്നുകൂടി ചേർത്ത് കിടത്താണ്. പനി പിടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരീരം മുഴുവൻ അവർ തുടച്ചു കൊടുക്കുന്നു, ശരീരത്തോട് ചേർത്ത് കിടത്തുന്നു. നേരം വെളുക്കുന്നവരെ മാറോട് ചേർന്ന് കിടന്നിരുന്ന കുട്ടിയുടെ ചൂട് കാരണമായിട്ട് ഉമ്മാക്ക് രാവിലെ പനി പിടിക്കുന്നു. ഉമ്മാക്ക് ഒരു പരാതിയില്ല, ആരോട് ഇന്ന് വരെ പരാതിപ്പെട്ടിട്ടില്ല. നമ്മുടെ അവസ്ഥ എവിടെയാണ്? ചിന്തിച്ചു നോക്കി. നഊദു ബില്ലാഹി, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കണം. പ്രായമുള്ളവരെ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. പ്രായമുള്ളവരെ ശ്രദ്ധിക്കണം. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത് അത് തന്നെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖവാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽവാലിദൈനി ഇഹ്സാനാ إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണേ, ആരാധിക്കണേ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ, ഗുണം ചെയ്യണേ. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ. രണ്ടുപേരെയും ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. മാതാവിനെയും ശ്രദ്ധിക്കണം, പിതാവിനെയും ശ്രദ്ധിക്കണം, രണ്ടുപേരെയും ശ്രദ്ധിക്കണം. ഖുർആൻ പറയാൻ, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുമാ ഔ കിലാഹുമാ, മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാളെയോ രണ്ടുപേരെയും ഒരുമിച്ചുകൊണ്ടോ നിന്റെ അടുക്കൽ പ്രായാധിക്യ സമയത്ത് നീ എത്തിച്ചു കഴിഞ്ഞാൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്, അവരോട് ചേ എന്ന വാക്ക് പോലും പറയരുതേ, പറയരുതേ. ശുദ്ധ ഖുർആൻ. മാതാവിനെയും പിതാവിനെയും രണ്ടുപേരെയും പ്രായാധിക്യ സമയത്ത് എത്തിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ എത്തിച്ചു. എന്നാൽ ചേ എന്ന വാക്ക് പോലും പറയരുതേ. ശുദ്ധ ഖുർആൻ. ഞങ്ങൾ ചേ പറയാറില്ല മുസ്ലിയാരെ, വേറെ ചില വാക്കുകളൊക്കെ ഞങ്ങൾ പറയാറില്ല. ചേ ഞങ്ങൾ ഒഴിവാക്കി വെച്ചു ഡിക്ഷണറിയിൽ നിന്ന്. ഞങ്ങൾ വേറെ അതിനേക്കാൾ കൂടിയ കടുത്ത വാക്കുകൾ, ചീത്ത വാക്കുകളാണ് പറയുന്നത് എന്ന് പറയുന്നവരുണ്ടാവും. നഊദു ബില്ലാഹി, അല്ലാഹു ആക്കട്ടെ. ഏറ്റവും ചെറുത് ചേ എന്ന വാക്ക് പോലും പറയരുത്. അവരെന്തെങ്കിലും പറയുമ്പോൾ എന്ന് പറഞ്ഞ അങ്ങനെ ഒരു വാക്ക് പോലും പറയാൻ പാടില്ല. അവരോട് പാലിക്കണ്ട. കാരണം പ്രായം ചെന്ന മാതാപിതാക്കളാണ് അത്തുംപിത്തും പറയാ. കാരണം എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാത്ത പറയാ. 30 വയസ്സുള്ള വാപ്പയും 22 വയസ്സുള്ളതാകുന്ന ഉമ്മയും ഒരിക്കലും അത്ര ദേഷ്യത്തിൽ എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്ത പറയൂല. അവര് സ്നേഹം തന്നെ കാണിക്കുള്ളൂ. 60, 50, 68, 90 ഒക്കെ എത്തുമ്പോഴാണ് അത്തുംപിത്തും പറയാൻ തുടങ്ങുന്നത്. അപ്പൊ അവരെന്തെങ്കിലും നമ്മളോട് ഇഷ്ടപ്പെടാത്തൊക്കെ പറഞ്ഞു തന്നിരിക്കും. അവരുടെ ഒരു ശൈലിയാണ്, പ്രായത്തിന്റെ ഒരു ശൈലിയാണ്. അത്തുംപിത്തൊക്കെ അവർ പറയും. അപ്പോഴാണ് നമുക്ക് ദേഷ്യം വരിക. ദേഷ്യം വരുമ്പോൾ നീ പിടിച്ചു വെക്കണം. അങ്ങനെയാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലൈസ ശദീദു ബിസ്സുറാ ഇന്നമ ശദീദുല്ലദീ മൻ യംലികു നഫ്സഹു ഇൻദൽ ഗളബി. ആദരവായ ശഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഏറ്റവും വലിയ പോരാളി ആരെന്നറിയുമോ? ശക്തനായ മനുഷ്യൻ ആരെന്നറിയുമോ? ലൈസ ശദീദു ബിസ്സുറാ, യുദ്ധത്തിൽ അതാ എതിരാളിയെ ഒറ്റയടിക്ക് മലർത്തിയടിക്കുന്നവനല്ല യോദ്ധാവ്, ഏറ്റവും നല്ല യോദ്ധാവ് ഇന്നമ ശദീദു മൻ യംലികു നഫ്സഹു ഇൻദൽ ഗളബി. ദേഷ്യം വരുന്ന സമയത്ത് സ്വന്തം ശരീരത്തെ കടിഞ്ഞാണിടുന്നവനാണ്. ദേഷ്യം വരുമ്പോ മനസ്സ് പിടിച്ചു നിർത്താൻ കഴിവുള്ളവൻ, അവനാണ് ഏറ്റവും വലിയ യോദ്ധാവ് സയ്യിദുനാ റസൂലുള്ളാഹി. നല്ല ദേഷ്യം വരികയാണ്,
അപ്പം മനസ്സ് പിടിച്ചു നിർത്താം. അതിന് നബി തങ്ങൾ പഠിപ്പിച്ച മാർഗമാണ് ദേഷ്യം വരുമ്പോ ഒളു ചെയ്യുക. നല്ല നിയ്യത്ത് വെച്ചിട്ട് ഒളു എടുക്കണം. ശരീരം തണുപ്പിക്കാൻ. അപ്പൊ ശരീരം തണുക്കും, ദേഷ്യം ഒന്ന് കുറയും. അതിന് മുമ്പ് എത്രയോ കാര്യങ്ങൾ നബി തങ്ങൾ പറഞ്ഞു. ദേഷ്യം വന്നാൽ ഉടനെ നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കണം. ഒക്കെ സൈക്കോളജിക്കലാണ്, ചെയ്തു നോക്കണം. എന്തെങ്കിലും ഭാര്യ പറയുന്നു, ദേഷ്യപ്പെടുന്നു, നമുക്കപ്പോ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞോളാൻ വരാം. ഭാര്യയില് പറയുന്നു, അവളുടെ മുന്നിൽ നമുക്കൊന്ന് മികക്കണം, നമ്മൾ കൂടുതലും പറയാൻ പാടില്ല. നമ്മളൊരു സംയമനം പാലിക്കുക. നമ്മളൊന്ന് ഇരിക്കുക, കസേരയിൽ ഇരിക്കുക. ഇരിക്കുമ്പോഴാണ് ഈ സൈസ് വർത്തമാനം കേൾക്കുന്നത്. അപ്പൊ നമുക്ക് ദേഷ്യം വരുന്നു എങ്കിൽ പതുക്കെ ഒന്ന് കടന്നേക്കണം, വലതുവശം ചെരിഞ്ഞ് കടക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി പ്രവാചക അധ്യാപനമാണിതൊക്കെ. ഒന്ന് കടക്കണം, കടക്കുമ്പോ ശാന്തമാവും. എന്നിട്ടും നീ ശാന്തമാകുന്നില്ലെങ്കിൽ, നിന്റെ കൂടെ പിശാച് ഇങ്ങനെ കൂടിയിരിക്കുകയാണ് എങ്കിൽ വേഗം പോയി നീ നല്ലതുപോലെ നിയ്യത്ത് വെച്ച് ഒളു എടുക്കണം. അപ്പൊ ആ ദേഷ്യം പോകും. എന്നിട്ടും ദേഷ്യം പോയില്ലെങ്കിൽ നല്ലതുപോലെ റാഹത്തായിട്ട് നിയ്യത്ത് വെച്ചൊന്ന് കുളിക്കണം. അപ്പൊ ദേഷ്യം പോയിട്ടുണ്ടാവും. സയ്യിദുനാ റസൂലുള്ളാഹി. കാരണം വെള്ളം, തണുത്ത വെള്ളം ഇങ്ങനെ ശരീരത്ത് ഒഴിക്കുമ്പോ ദേഷ്യം എന്ന് പറയുന്നത് ചൂടാണല്ലോ, ചൂടങ്ങ് പോകും. ദേഷ്യം ഉണ്ടാവൂല. നമ്മളെന്താ ഈ കുളിക്കാനൊക്കെ പോകും, 10 വാക്ക് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയി കുളിച്ചേക്കാം. റാഹത്ത് ഇവിടെ നിന്ന് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് തോർത്തും മുണ്ടൊക്കെ എടുത്തോണ്ട് അത് വേണ്ട. നാവ് ശ്രദ്ധിച്ചോ, എന്നാ വിജയം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്, ഏറ്റവും നല്ല യോദ്ധാവെന്ന് പറയുന്നത് ദേഷ്യം വരുമ്പോ സ്വന്തം ശരീരത്തെ കടിഞ്ഞാനിടുന്നവനാണ്, അനാവശ്യ വർത്തമാനങ്ങളെ തൊട്ട് നിയന്ത്രിക്കുന്നവനാണ്. ليس الشديد بسرعة إنما الشديد الذي من يملك نفسه عند الغضب. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചിട്ടയാ, സൈക്കോളജിക്കലാണ്. മനഃശാസ്ത്രജ്ഞന്മാർ ഇത് പറഞ്ഞു തരിക. ദേഷ്യം വരുമ്പോ ഇരുന്നോ, ദേഷ്യം വരുമ്പോ കടന്നു. ഇതാര് പഠിപ്പിച്ചതാ? ആദരമായ ഷഫീആയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളാണ്. ഭർത്താവ് എന്തെങ്കിലും ചൊടിപ്പിക്കുന്ന വർത്താനം പറഞ്ഞു, പെണ്ണെ നീ ദേഷ്യപ്പെടണ്ട, നീ ഒന്ന് ഇരിക്ക്. ഇനി അതല്ല, അവ നീ പോയൊന്ന് മാറിപ്പോയി കടക്കയിൽ പോയി കടന്നോ. നല്ല ദേഷ്യപ്പെട്ടിരിക്കുമ്പോ പോയി കടന്നു കഴിഞ്ഞാൽ ചിലപ്പോ അടി കിട്ടും. കാരണം ചിലപ്പോ ഓർക്കുന്ന എന്താ, അദ്ദേഹത്തെ കളിയാക്കി പോയി കടക്കാന്ന് കരുതും. അത് വേണ്ട, നീ പതുക്കെ ഒരു സൈഡിലൊരു റൂമിൽ പോയിട്ട് പതുക്കെ ഒന്ന് കടന്നു. അടിക്കാൻ വരുമ്പോൾ പറഞ്ഞേക്കണം, മുസ്ലിയാർ വാത് കേട്ടിട്ട് അമല് ചെയ്യാണ്, കൊല്ലല്ലേ എന്ന് പറഞ്ഞേച്ചാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം ദേഷ്യം പിടിക്കുമല്ലോ, സ്വാഭാവികമാണ്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോ മനുഷ്യനാണ്, സ്വാഭാവികമായി ദേഷ്യം പിടിക്കും. പക്ഷെ പിടിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ ഒളു ചെയ്യുക, കുളിക്കുക, നിയ്യത്ത് വെച്ചുകൊണ്ട് കുളിക്കുക. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒളു എടുത്തിട്ട് വേഗം നിസ്കരിക്കാൻ തന്നെ ശ്രദ്ധ പരിപൂർണമായി അല്ലാഹ് എന്നതിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുക. ചിന്ത മറ്റതിലെല്ലാത്തിനും ഒഴി. അവിടെ നിന്ന് കൊണ്ട് മാറിക്കോ. എന്തെങ്കിലും വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തുനിന്ന് നിന്റെ തന്നെ നിന്നോ. മാതാപിതാക്കളോട് ഒരിക്കലും ഒരു വാക്ക് പോലും മോശമായി പറയാൻ പാടില്ല. വലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹറുഹുമാ. ചെയ്യുന്ന വാക്ക് പോലും പറയരുതേ, പറയരുതേ. അവരെ വിരട്ടരുത്, അവരെ ആട്ടരുതേ. എത്രയോ ആളുകളുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് പൈസകൾ കയ്യിലേക്ക് വരുമ്പോ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടുന്നതായ സഹോദരങ്ങളില്ലയോ, സഹോദരിമാരില്ലയോ? പ്രായം ചെന്ന മാതാപിതാക്കൾ അവർ റിട്ടയർ ആകുമ്പോ, അവരുടെ ജോലിയിൽ ഒഴിവാകുമ്പോ, അവർ ജോലിയിൽ നിന്ന സമയത്ത് സമ്പത്തുണ്ടായിരുന്നു, ഇനി ഇപ്പോൾ വാപ്പയും ഉമ്മയും നോക്കൽ ഭാരമാണ്. എത്രയോ മുസ്ലിം സഹോദരങ്ങൾ, എത്രയോ സഹോദരിമാര് സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് തള്ളുന്നില്ലയോ? നഊദു ബില്ലാഹ്. മാതാവിനെയും പിതാവിനെയും വൃദ്ധസദനത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് സുഭിക്ഷമായ ജീവിതം നയിക്കുന്നതായ സഹോദരാ, നിനക്കും മക്കൾ അല്ലാഹു നൽകുകയില്ലയോ? ആ മക്കളിലൂടെ അദാബ് അല്ലാഹു നൽകുമേ, ശിക്ഷയുണ്ടാകുമേ. നഊദു ബില്ലാഹ്. നാളെ നീയും പ്രായം ചെന്നവനാണ്. നാളെ നിന്നെയും നിന്റെ മക്കൾ ഇത്തരത്തിലുള്ള വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടുമേ എന്നുള്ള ബോധമില്ലയോ? വലാ തൻഹറുഹുമാ.
മാതാവിനെയും പിതാവിനെയും ആട്ടരുതേ, വിരട്ടരുതേ. വഖുല്ലഹുമാ ഖൗലൻ കരീമാ. വാപ്പയോടും ഉമ്മയോടും പ്രായം ചെന്നതാകുന്ന മാതാപിതാക്കളോട് പ്രത്യേകിച്ച് മാന്യമായ ഭാഷണം നടത്തണേ, മാന്യമായി സംസാരിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു അനുയായി കടന്നു വരുകയാണ്. പിറകിൽ വരുന്നതാരാണ്? മകന് പറയുകയാണ്, ഹാദാ അബീ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഇതെന്റെ വാപ്പയാണ്, വാപ്പയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിന്റെ വാപ്പയുടെ മുന്നിലൂടെ നീ നടക്കരുതേ. ലാ തംശി അമാമാ, സ്വന്തം പിതാവിന്റെ മുന്നിലൂടെ നടക്കരുതേ, നടക്കരുതേ. വലാ തജ്ലിസ് ഖബല ഖൂദിഹി, വാപ്പ ഒരു സ്ഥലത്തിരിക്കുന്നതിന് മുമ്പ് നീ കയറി ഇരിക്കരുതേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വാപ്പയും ഉമ്മയും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവരുടെ അനുവാദമില്ലാതെ ഭക്ഷണം കഴിക്കരുതേ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നമ്മൾ നല്ലപോലെ ഫുഡൊക്കെ അടിച്ച് 65 ഒക്കെ അടിച്ചിട്ടിരിക്കുക. ഒഴിക്കാൽ എനിക്ക് തന്നെ വേണോന്ന് പറഞ്ഞിരിക്കും. ഉമ്മാടി നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എന്തായാലും നിനക്ക് തന്നെ തരും, എന്നാലും നീ തന്നെ നല്ല റാഹത്ത് അടിച്ച് വാപ്പ കഴിച്ചോ ഉമ്മ കഴിച്ചോ ആരും ചിന്തിക്കുന്നില്ല. എത്രയോ കുടുംബങ്ങളുണ്ട് അടുക്കളയിൽ അവർക്ക് കിട്ടുന്നതാകുന്ന കറിപ്പാത്രത്തിൽ അവസാനം കഷ്ണങ്ങൾ ഉണ്ടാവൂല. സ്ത്രീകളുടെ അവസ്ഥ ഒക്കെ പഴയ കാലഘട്ടത്തിലാണ് കൂടുതൽ. അങ്ങനെയല്ല, ഇന്നത്തെ സ്ത്രീകൾ ചിലപ്പോൾ നല്ല വീസ് ആദ്യം തന്നെ രണ്ടുമൂന്നെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് അങ്ങോട്ട് ബാക്കി വിളമ്പിയാൽ മതി, ഇല്ലെങ്കിൽ അങ്ങോട്ട് കൊടുത്തുവിട്ടാൽ തീർന്ന് നല്ല താരങ്ങൾ അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് മാറ്റും. എന്നാലും മക്കൾ ചോദിക്കാൻ, ഉമ്മ ഒരു കഷ്ണം കൂടെ ഇങ്ങ് താട്ടെ എന്ന് പറഞ്ഞാൽ കൊടുക്കാതിരിക്കുവോ? ഒരു ഉമ്മയും കൊടുക്കാതിരിക്കൂല. ഉമ്മ അവരുടെ പീസും കൊടുക്കും, ഫസ്റ്റ് അവരുടെ പീസ് കൊടുക്കുക. അപ്പൊ മകൻ ഇത് കഴിച്ചിട്ട് പറയും, നല്ല രസമുണ്ട് ചിക്കൻ പൊരിച്ചത്, ഒരെണ്ണം കൂടി ഇങ്ങ് താട്ടെ എന്ന് പറയാൻ വാപ്പാടെ പീസ് കൊടുത്തേ. അങ്ങനെയാണ് മാതാപിതാക്കൾ, അവർക്ക് വേണ്ട. പിന്നെ ചോദിക്കുമ്പോ അവര് പിന്നെ പറയും, മോനെ അത് ഇക്കാക്കുള്ളയാണ് എന്ന് പറയുമ്പോ പിന്നെ മോന് ആ റാഹത്ത് കുഴപ്പമില്ല, എന്നാ പിന്നെ വിഷയം. അപ്പാക്കും ഉമ്മാക്കും കഷ്ണം ഉണ്ടോ, മീന്റെ കഷ്ണം കിട്ടിയോ, അവരാ കറിച്ചട്ടി വടിച്ചിട്ടായിരിക്കും കഴിക്കുക, അതില് ചോറിട്ടിട്ടായിരിക്കും കഴിക്കുക. അല്ലേ? എത്ര കുടുംബങ്ങൾ അങ്ങനെയുണ്ട്. അവര് പക്ഷെ ഇന്ന് വരെ പരാതിപ്പെട്ടിട്ടുണ്ട്. നേരെ തിരിച്ചാണെങ്കിലോ വാപ്പായും ഉമ്മായും കഴിച്ച അവസാനം ഈ കറിച്ചട്ടി ഇവന്റെ മുന്നിലോട്ട് വെച്ചു കൊടുത്താൽ തീർന്ന്. അന്ന് അവിടെ ബദറുദ്ധമായിരിക്കും, നമുക്ക് കഷ്ണം കിട്ടിയില്ല, വേളമായിരിക്കും. അത് മതി, കറിച്ചട്ടി എടുത്ത് നിലത്തടിച്ച് പൊട്ടിക്കുന്നു, ഒച്ചയും വേളവും. ചിന്തിക്കണം, മാതാപിതാക്കളുടെ സ്നേഹമൊന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. വാപ്പ നടക്കുന്നതിന് മുമ്പിലൂടെ നടക്കരുതേ. ഹബീബായ റസൂലുള്ളാഹി, നീ എത്ര ഉയർന്ന വിദ്യാഭ്യാസമുള്ളവനായിരുന്നാലും സ്വന്തം പിതാവിന്റെ മുന്നിലൂടെ നടക്കാൻ പാടില്ല. മനസ്സിലാക്കണം. നീ ചിലപ്പോ സമൂഹത്തിന് വലിയ വില നിനക്ക് നിന്നിട്ടുണ്ടാവും, നീ വലിയ ആളായിരിക്കും, പക്ഷെ വാപ്പയെ മുന്നിൽ നിർത്തണം. അപ്പൊ അനുവാദം തരികയാണ്, മോനെ നീ നടന്നോ, എന്നാ വലിയ വിഷയമില്ല. അതല്ലാതെ നമ്മൾ വലിയ ശൈഖാന്ന് പറഞ്ഞ അത് പറ്റൂല. നീ ഉയർന്ന വിദ്യാഭ്യാസം, ഗവൺമെന്റ് ജോലി, വലിയ തസ്തികയിലുള്ളവനാണ്, വാപ്പ ഈകഴ്ത്തിക്കൊണ്ട് അപ്പൊ സാധാ കൃഷിക്കാരൻ അപ്പട്ട ഐറ്റം, അതുകൊണ്ട് പുറകെ നിന്നോ, പറ്റൂല. വാപ്പയെ മുന്നിൽ നിർത്തണം. ആര് പഠിപ്പിച്ചതാ? പരിശുദ്ധ പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി. ജീവിതത്തിൽ വിജയം ഉണ്ടാകും. ഒരു സദസ്സിലെത്തി നമ്മുടെ വാപ്പ ഇരിക്കുന്നുണ്ടോ നോക്കണം, വാപ്പ ഇരുത്തണം, വാപ്പ ഇരുത്തിയിട്ട് നമ്മൾ ബാക്കിയിരിക്കുക. നമ്മൾ ഇരിക്കേണ്ട സദസ്സാണെങ്കിൽ, നമ്മളും കൂടി ഇരിക്കേണ്ട സദസ്സാണെങ്കിൽ മാത്രമാണ് ഇരിക്കുക, അല്ലെങ്കിൽ മാറി അവിടെ അതോടുകൂടി നിൽക്കണം. വാപ്പ പറയണം, മോനോട് ഇരുന്നോ, നമ്മളോട് ഇരിക്കുക. അവരുടെ മുന്നിൽ കയറി ചമ്രം പടിഞ്ഞിരിക്കരുത്, കാലിന്റെ മേൽ കാല് കയറ്റി വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. എന്തെങ്കിലും ഒരു സംസാരം, കല്യാണത്തിന്റെ കൂടിയാലോചന നടക്കാൻ, ഇവൻ അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഇവൻ കയറി ഭയങ്കര അഭിപ്രായം പറയുക, അത് പാടില്ല. അദബ്, മര്യാദ, നീ മിണ്ടാതിരിക്കുക, അനുവാദം ചോദിക്കണം. ഞാൻ രണ്ടു വാക്ക് പറഞ്ഞോട്ടെ, പറഞ്ഞു. അതൊക്കെയാണ് ഇസ്ലാമികമായ ശൈലി, പ്രവാചകൻ പഠിപ്പിച്ച രീതി. അതാ സ്വന്തം മാതാവ്, അവരെ ബഹുമാനിക്കണം, ആദരിക്കണം. ഏറ്റവും കൂടുതൽ നീ സമയം ചിരിക്കുന്ന കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പല ആളുകളും ആ വിഷയത്തിൽ അശ്രദ്ധരാണ്. മരിച്ചു കഴിയുമ്പോൾ കിണർ കുത്തിത്തരാം, അപ്പൊ ഓടി വരിക. ജീവിച്ചിരിക്കുമ്പോ കിണറ്റിന്ന് ഒരു ഗ്ലാസ് വെള്ളവും കോരി കൊടുത്തിട്ടില്ല, പിന്നെന്താ കാര്യം? ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ അടുക്കലില്ല, അവർക്കൊരു പിടി ആഹാരം വായിൽ വെച്ച് കൊടുത്തിട്ടില്ല, അവർക്ക് ഭക്ഷണം നൽകിയിട്ടില്ല. നമ്മുടെ സ്വന്തം മാതാവ് നമുക്ക് ഒരുപാട് ഊട്ടി, അവർക്കൊരു നേരത്തെ ആഹാരം വായിൽ വെച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഉമ്മയുടെ വായിലേക്ക് ആഹാരം കൊടുത്തവരുണ്ടോ? ഉപ്പാക്ക് ഒരു പിടി ആഹാരം കൊടുത്തവരുണ്ടോ? പ്രായം ചെല്ലുമ്പോ
ചെറുപ്പത്തിലല്ല, അവരുടെ യുവത്വ കാലഘട്ടത്തിലല്ല, അവർ പ്രായാധിക്യ സമയത്ത് അവരുടെ വായിലേക്ക് നമുക്കൊരു ആഹാരം വെച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ചിന്തിക്ക്. മാതാവും പിതാവും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്നു കൊണ്ട് ആഹാരം കഴിക്കുന്ന ഒരു സുപ്ര നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ എടുത്തുപോയില്ലേ? അത് നമുക്കൊരു വിഷയം. നമ്മളിന്ന് ഫാഷൻ യുഗത്തിലേക്ക് പോയി. നമ്മൾ ആദ്യം സ്വന്തം ആഹാരം കഴിക്കുക, എന്നിട്ട് വാപ്പാട് വരെ കഴിച്ചാട്ടാ വേസ്റ്റ് ചെയ്യാറില്ല, നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞു പോകുന്ന പരിപാടി ഒന്നുമല്ല. പാപ്പയും ഉമ്മയും ഒരുമിച്ചിരുത്തി, വാ ഇനി സമയം ഒരുപാടായി, നിങ്ങളും കൂടെ വാ ഒരുമിച്ചിരിക്കാം വാ എന്ന് പറഞ്ഞ ഒരു സുപ്രയിൽ ഒരുമിച്ചിരുത്തി, ഞാൻ വിളമ്പിത്തരാം എന്ന് പറഞ്ഞ് വിളമ്പാൻ ഇവൻ തന്നെ നേതൃത്വം കൊടുത്ത് അവനും ഭാര്യയും കൂടി ഒരുമിച്ചിരുന്ന് വിളമ്പി റാഹത്തായിട്ട് മാതാപിതാക്കൾ ഒരുമിച്ചിരുന്ന് അവരാദ്യം കഴിച്ചു തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസിക സംതൃപ്തി, അതല്ലേ മോമിനെ നമ്മൾ നേടിയെടുക്കേണ്ടത്. അങ്ങനെ ഒരു ജീവിതം നമുക്കുണ്ടാവട്ടെ. ഇനി പകല് നമ്മളില്ല വീട്ടിൽ ജോലിക്ക് പോവാൻ, രാത്രിയിൽ ഒരുമിച്ചിരുന്നിട്ട് ആഹാരം കഴിക്കുന്ന ഒരു ശൈലി, അല്ലെങ്കിൽ രാവിലെ ഏതെങ്കിലും ഒരു നേരം അങ്ങനെ വേണം. തീന്മേശയിന്മേൽ ഒരുമിക്കുക. അപ്പോഴാണ് വീട്ടിൽ ഐക്യം ഉണ്ടാവുക, കൂട്ടം. മറ്റേത് ഒരുത്തൻ ജ്യേഷ്ഠം വന്ന് കഴിച്ചിട്ട് പോയി, അനുജൻ വന്നു, എനിക്ക് കഷ്ണം കിട്ടിയില്ല, ഇങ്ങോട്ട് പോയി, പിന്നെ അവിടെ വെച്ച ബഹളവും. എന്താണ്? ഒരു കുടുംബജീവിതത്തിൽ ഒരു ഐക്യമില്ല, പരസ്പരം കാണലില്ല, സംസാരിക്കലില്ല. ആകെ ഈ ഒരു സമയത്തെങ്കിലും നമ്മൾ ചുറ്റിക്കൂടിയിരുന്ന് വർത്തമാനം പറയുകയല്ല, മറിച്ച് ആ ഒരു കൂട്ടായ്മ, തിന്മേശയിലുള്ള ഒരു ഐക്യം, അത് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐക്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, എന്ന വാക്കിന്റെ അർത്ഥത്തെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, ഖുർആനിനെ വിശദീകരിച്ചുകൊണ്ട് ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തുകയാണ്. നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സുഖമില്ലാതെ നിന്റെ വീട്ടിലെത്തിക്കുകയാണ്, അവർക്കൊരു ഹോം നേഴ്സിനെ നീ വെച്ചിട്ടില്ല, നീ സ്വന്തമായി പരിലാളിക്കുകയാണ്. മാതാപിതാക്കളെ ഹോസ്പിറ്റലിൽ നിന്ന് വിടുതൽ ചെയ്തിരിക്കുകയാണ്, മാതാവും പിതാവും സുഖമില്ലാതെ കിടക്കുകയാണ്. ദിവസങ്ങളായവർ മലമൂത്ര വിസർജനം നടത്തിയിട്ട് വയറ്റിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുകയാണ്. അവർ കിടക്കുന്ന കട്ടിലിന് മേൽ മലമൂത്ര വിസർജനം നടത്തുകയാണ്. ഇടത് കൈയിൽ ഒരു പഴം തുണി ചുറ്റിക്കൊണ്ടൊരു പ്ലേറ്റ് എടുത്തുകൊണ്ട് നീ കടന്നു ചെല്ലുകയാണ്. റൂമിലേക്ക് ചെല്ലുമ്പോൾ തന്നെ വല്ലാത്ത ദുർഗന്ധമാണ്. കാരണം ദിവസങ്ങളായി വയറ്റിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യമാണ്, അത് പുറന്തള്ളപ്പെട്ടിരിക്കുകയാണ്, പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഒരു പ്ലേറ്റിലേക്ക് ഇടത് കൈയിൽ പഴം തുണി ചുറ്റിയിട്ട് അത് നീ വലിച്ചെടുക്കുന്ന സമയത്ത് നിന്റെ മുഖമെങ്ങാണ് ഒന്ന് ചുളിച്ചു പോയാൽ വല്ലാത്ത നാറ്റമാണല്ലോ എന്ന അർത്ഥത്തിൽ നിന്റെ മുഖമൊന്ന് ചുളിച്ചു പോയാൽ ചെയ്യുന്ന വാക്കിനേക്കാൾ വലിയ തെറ്റാണ് നീ ചെയ്തത്. കാരണം നിന്റെ പ്രിയപ്പെട്ട മാതാവും പിതാവും നീ എത്രയോ കുഞ്ഞായിരുന്ന സമയത്ത് എത്രയോ പ്രാവശ്യം അവരുടെ ശരീരത്തിലേക്ക് മലമൂത്ര വിസർജനം നടത്തിയവരാണ്. എത്രയോ കല്യാണങ്ങളിൽ മാതാവ് പങ്കെടുത്തവളാ. ആ കല്യാണ സദസ്സിൽ പർദ്ദയിട്ടുകൊണ്ട് സാരി കൊടുത്തുകൊണ്ട് പ്രിയപ്പെട്ട മാതാവ് കല്യാണത്തിന് വേണ്ടി നിലകൊള്ളുമ്പോ ആ വസ്ത്രത്തിലേക്ക് കാഷ്ടിച്ചവനല്ലയോ പുതിയ വസ്ത്രമായിട്ട് പോലും മാതാവിനെ ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അവഹേളിച്ച നിന്നെ ജനങ്ങൾ മുഴുവനും കുറ്റപ്പെടുത്തിയപ്പോ ആ ഉമ്മ ചെയ്തത് ചുംബനമാണ്. ഉമ്മ എന്ന് കാണുന്നത് പോലെ പാമ്പേഴ്സ് ഇല്ലാത്ത ഒരു കാലഘട്ടം കേവലം ഒരു തുണി ചുറ്റിക്കൊണ്ട് പാവപ്പെട്ട മാതാവ് നിന്നെയും കൊണ്ട് കാണുന്ന മുഴുവൻ പാർട്ടികളിലും കാണുന്ന കല്യാണങ്ങളിലും എല്ലാ സൽക്കാരവേദികളിലും വെച്ചുകൊണ്ട് ആ മാതാവിന്റെ മടിത്തട്ടിലേക്ക് വിസർജിച്ചവനെ നിന്നെ എടുത്തുകൊണ്ട് ഉമ്മ വെച്ച പ്രിയപ്പെട്ട മാതാവ്, ആ മാതാവ് സുഖമില്ലാതെ കിടന്നപ്പോ ദിവസങ്ങളായി വയറ്റിൽ നിന്ന് കെട്ടിക്കിടന്ന മാലിന്യം പിന്ദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുമ്പോഴുണ്ടാകുന്ന ദുർഗന്ധ നിമിത്തമായിട്ട് നീ നിന്റെ മൂക്കൊന്നും പൊത്തിയാല് നിന്റെ മുഖമൊന്ന് ചുളിച്ചാല് ചെയ്യുന്ന വാക്കിനേക്കാൾ വലിയ തെറ്റാണ് പൊന്നുമോനെ ചെയ്തത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് മനസ്സിലാക്കണ്ടേ. നീ അതിനേക്കാൾ വലിയ തെറ്റാ ചെയ്യുന്ന വാക്കല്ല, അതിനേക്കാൾ വലിയ തെറ്റാ നീ ആ ചെയ്തത്. ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. നമ്മളതൊന്നും ഇപ്പൊ ഏറ്റെടുക്കലില്ലല്ലോ. 10,000 രൂപ കൊടുത്തൊരു ഹോം നേഴ്സിന് നിർത്തിയത് കാശ് ഇഷ്ടം പോലെ ഇരിക്കണം, എങ്ങനെ ചെലവഴിക്കണമെന്ന് അറിയാൻ പറ്റില്ല. ഇങ്ങനെ തന്നെ അന്യ പെണ്ണുങ്ങൾ വന്നിട്ട് ഉമ്മയുടെ ചന്തി എഴുതി കൊടുക്കുക, അത് നമുക്ക് വിഷയമില്ല. നമ്മുടെ ഭാര്യയോ അരിയും അവരൊന്നും ചെയ്യുന്ന അവർക്ക് അതൊന്നും വേണ്ട. കാശുണ്ടല്ലേ ഇക്ക വാരി വരച്ച് ഇക്ക ചെലവാക്കുക.
വൃദ്ധസദനത്തിൽ കൊണ്ടുപോയിടുന്നു. ആരാ കുളിപ്പിക്കുന്നത്? അന്യാളുകൾ നിന്റെ മാതാവിനെ കുളിപ്പിക്കുന്നു, നിന്റെ പിതാവിനെ കുളിപ്പിക്കുന്നു. അവരാണ് മലമൂത്ര വിസർജനം നടത്തുന്നത്, അവരാണ് അവശിഷ്ടങ്ങൾ കൈകൊണ്ട് കോരിയെടുത്ത് കളയുന്നത്. നിനക്ക് കിട്ടേണ്ട കൂലി മുഴുവനും പോയില്ലേ? നിന്റെ പ്രിയപ്പെട്ട മാതാവ് പിതാവ് ശുശ്രൂഷത്തിന് പകരമായി എന്തേ നീ ഏറ്റെടുക്കാതിരുന്നത്? നിന്റെ പേര് മുസൽമാൻ. നഊദു ബില്ലാഹ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമുക്കല്ലേ കൂലി ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നതും ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്നവരും ഖബറിൽ ചോദ്യമുണ്ടെന്നൊക്കെ വിശ്വാസമുള്ളവരും മഹ്ശറയുണ്ടെന്നും മഹ്ശറയിൽ വിചാരണയുണ്ടെന്നും സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂലി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവരാണ്. തങ്ങളുടെ ചാരത്തേക്ക് ഒരനിയായി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നബിയേ, എന്നിലേക്ക് ഏറ്റവും നല്ല സഹവാസം ഞാൻ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആരെയാണ് എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉമ്മുക, നിന്റെ മാതാവാണ്. വീണ്ടും ചോദിക്കുകയാണ്, സുമ്മൻ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിന്റെ ഉമ്മയാണ്, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. വീണ്ടും ചോദ്യകർത്താവ് മൂന്നാമതായി ചോദിക്കുകയാണ്, മൂന്നാമതാരോടാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അടുത്ത ഒരു പേര് പറയുമെന്നുള്ള ചിന്തയിലാണ് ചോദ്യകർത്താവിന്റെ ചോദ്യം. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ മൂന്നാമതായും പറയുന്നത് ഉമ്മുക, നിന്റെ മാതാവിനോടാണ്. നാലാമത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് അബൂക, നിന്റെ പിതാവിനോടാണ്. മൂന്ന് പ്രാവശ്യം മാതാവിനോട്, നാലാമത്തെ പ്രാവശ്യം പിതാവിനോട്. എന്തേ മാതാവിനെ മുൻഗണന വിശുദ്ധ ഇസ്ലാം നൽകിയത്? പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ حملته أمه كرها ووضعته كرها وحمله وفصاله في عامين. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുകയാണ്, ഹമലതുഹു ഉമ്മുഹു ഖുർഹാ, 9.5 മാസം നിന്നെ ഗർഭം ചുമന്നത് മാതാവാണ്. അതുകൊണ്ടാണ് ആദ്യമായി റസൂലുള്ളാഹി പറഞ്ഞത് ഉമ്മുക, നിന്റെ മാതാവാണ് ബന്ധപ്പെട്ടത്. 9.5 മാസം ഗർഭം ചുമന്നതിന് ശേഷം നിന്നെ പ്രസവിച്ചത് നിന്റെ പ്രിയപ്പെട്ട മാതാവാണ്. നൊന്ത പ്രസവിച്ച മാതാവ്, ആ മാതാവിനെ നീ ശ്രദ്ധിക്കണേ. ഒരു ചെറിയ വിഷയമായി പ്രസവത്തെ നിങ്ങൾ എടുക്കരുതേ. അതുകൊണ്ട് പ്രവാചകനോട് അനുയായി ചോദിക്കുമ്പോ ആരോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബന്ധം വെക്കേണ്ടത്? നബി തങ്ങൾ വീണ്ടും പറയുകയാണ്, ഉമ്മുക, നിന്റെ മാതാവിനോടാണ്. വഹംലുഹു വഫിസാലുഹു ഫി ആമൈൻ. നിന്റെ പ്രിയപ്പെട്ട മാതാവ് നിന്നെ ചുമന്നത്, നിന്നെ മുലയൂട്ടിയത് 2 കൊല്ലം തുടർച്ചയാണ്. നിന്നെ പ്രസവിച്ചത് മാത്രമല്ല, 9.5 മാസം ഗർഭം ചുമന്നത് മാത്രമല്ല, 2 വർഷം പരിപൂർണമായി നിന്നെ മുലയൂട്ടിയത് മാതാവാണ്. ഈ 3 കാര്യങ്ങൾ വാപ്പയിൽ നിന്ന് ഒഴിവാണ്. അതുകൊണ്ടാണ് ആദ്യമായി 3 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഉമ്മുക. നിന്റെ മാതാവിനോട് നീ ഗുണം ചെയ്യണേ. സ്ഥാനം പരിശുദ്ധ ഇസ്ലാം. സ്ത്രീകൾക്ക് വിശുദ്ധ ഇസ്ലാമിൽ സ്ഥാനമില്ല എന്ന് പറയുന്ന മുസ്ലിം സഹോദരിമാർ വരെയുണ്ട്. പഠിച്ചു വെച്ചോ, സ്ത്രീകൾക്കാണ് ഏറ്റവും സ്ഥാനം കൊടുത്തത്. ഏറ്റവും കൂടുതൽ ബന്ധം ആരോടാ വേണ്ടത്? നിന്റെ മാതാവിനോട്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവന് ഹക്കുള്ളത് ആരോട്? അവന്റെ മാതാവിനോട്. സയ്യിദുനാ റസൂലുള്ളാഹി
ചോദ്യകർത്താവ് ആയിഷ ബീവിയ. ആയിഷ ബീവി നബി തങ്ങളോട് വീണ്ടും ചോദിച്ചു, ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ ബാധ്യത ആരോട്? അവളുടെ ഭർത്താവിനോട്. സയ്യിദുനാ റസൂലുള്ളാഹി. മനസ്സിലാക്കണം, നമ്മൾ നമ്മുടെ ഉമ്മയെ മറക്കാൻ പാടില്ല. ഉമ്മയെ മറക്കാൻ പാടില്ല. എങ്ങനെ മറക്കും? സ്ത്രീകളെ നിങ്ങൾ അറിയാൻ, പലരും പറയും ഭർത്താവിന്റെ ഉമ്മയോട് ഭർത്താവിന് വലിയ സ്നേഹമാണ്. എങ്ങനെ സ്നേഹിക്കാതിരിക്കും? കാരണം അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകളും അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോ പോയി പറയുന്നത് ഈ മാതാവിനോടാണ്. നമ്മൾ ഏത് യാത്ര പോകുമ്പോഴും ജനലിനടുക്കൽ വന്ന് നിൽക്കുന്നത്, മോൻ എന്റെ പൊന്നുമോൻ പോയോ, അവിടെ എത്തിയോ എന്ന് അറിയാനൊക്കെ വലിയ താല്പര്യമുള്ളതാരാ? നമ്മുടെ ഉമ്മാക്ക് മാത്രമാണ് വലിയ താല്പര്യം. നമ്മളൊരു യാത്ര പോയി, ആ യാത്ര കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ അവർക്കൊരു സന്തോഷം. നീ അവിടെ എത്തിയോ? ഞാനത് ചിന്തിച്ച് ഞാനിങ്ങനെ ഇരിക്കുന്നത്, അങ്ങോട്ട് വിളിക്കാൻ എനിക്ക് നമ്പർ അറിയില്ല, നീ അവിടെ എത്തിയോ എന്ന് അറിയുന്നത് വലിയ താല്പര്യം സ്വന്തം ഉമ്മാക്ക. അവർക്ക് ആഫിയത്ത് നൽകട്ടെ. മരണപ്പെട്ടവരുണ്ടാകും, ഇന്ന് ഖബറിൽ കിടക്കുന്നവരുണ്ടാകും. ഈ സദസ്സിൽ വെച്ചുകൊണ്ട് പല ആളുകളുടെയും കണ്ണുകൾ ഈറനിൽ നിന്നുണ്ടാകും. അള്ളാഹു എന്റെ മാതാപിതാക്കൾ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ അവർക്ക് എത്രയോ ഹിദ്മത്തെടുക്കുമായിരുന്നു, എത്രയോ സേവനങ്ങൾ ഇന്നത്തെ സൗകര്യം ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് കരുതുന്ന പലരും ഉണ്ടാവും. ഇന്നല്ലേ നമുക്ക് അല്പസ്വല്പമൊക്കെ പണമുള്ളത്. പഴയ കാലഘട്ടത്തിൽ ഒന്നുമില്ല. ഇന്ന് നമുക്ക് വീടായി, കൂടായി, വാഹനമായി എല്ലാ സൗകര്യങ്ങളുണ്ട്, ഭാര്യയുണ്ട്, നോക്കാൻ ആളുണ്ട്, പരിചാരകരുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളപ്പോൾ അവരിന്ന് 6 അടി മണ്ണിന്റെ ഇരുട്ടറയിലാണ്. അള്ളാഹുവരുടെ ദർജ ഉയർത്തുമാറാവട്ടെ. ഉറക്കാമീൻ പറയും സഹോദരങ്ങളെ, അള്ളാഹുവരുടെ ദർജ ഉയർത്തുമാറാവട്ടെ. അവരുടെ അള്ളാഹു സന്തോഷമാറാവട്ടെ. അവർ നമുക്ക് നൽകിയ സ്നേഹത്തിന് പകരം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. ഈ പ്രാർത്ഥനകളല്ല. അതുകൊണ്ട് പ്രായം ചെന്ന മാതാപിതാക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചിട്ടുണ്ടോ? ഒരാളും മാതാവിനെയും പിതാവിനെയും തഴയരുതേ. ഞാൻ നോക്കി കുഴഞ്ഞു മുസ്ലിയാരെ. ചില ആളുകളുടെ വർത്താനം, സാധൊന്ന് ദ്വാരക്കണം. എന്തിനാണ്? വാപ്പ കുറെ നാളായി സുഖമില്ലാതെ കിടക്കുക, അപ്പൊ നമ്മൾ ദ്വാരം കൊടുക്കുക, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അല്ല, അതല്ല, കുറെ നാളായി, അതുകൊണ്ടാണ്. അതിന്റെ അർത്ഥം എന്താ? തീരാൻ വേണ്ടി ദ്വാരക്കുന്നത്, അതായി പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ പിന്നെയും പറയാ കുറെ നാളായി ഉസ്താദേ, അതുകൊണ്ടാണ് ഈ പറയുന്നത്. കുറെ നാളായോണ്ട് ആഫിയത്ത് വേണ്ടേ? അല്ല, അങ്ങനെയല്ല, സലാമത്താകാൻ വേണ്ടി. അപ്പൊ അത് എവിടുന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്? സലാമത്താകാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ തലേന്ന് അങ്ങ് സലാമത്തായ കിട്ടിയ റാഹ. കാശ് കുറെ പോകുന്നുണ്ട് ഇതിന്റെ ചികിത്സിച്ച് മാസം കൊണ്ടുവന്ന് ആഴ്ച ഡയാലിസിസ് ചെയ്യുന്നത്, ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്ന കുടുംബങ്ങളുണ്ട്. അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. രോഗശമനം അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പൈസ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ ദുനിയാവിൽ നമുക്കുള്ള ഒരു പരീക്ഷണമാണ്. അവരെത്ര ജീവിക്കുക? നമുക്ക് ഇപ്പൊ ഒരു 40 വയസ്സ് 50 വയസ്സുണ്ടെങ്കിൽ നമ്മുടെ വാപ്പക്കും ഉമ്മാക്കും ഒരു 60-70 വയസ്സുണ്ടായി. അവരിനി എത്ര ജീവിക്കാനായി? ഈ ദുനിയാവിൽ അവർ റാഹത്തായിട്ട് ജീവിക്കട്ടെ. നല്ല സൗകര്യങ്ങൾ അവർക്ക് കൊടുക്കും. അവരെ നമ്മൾ പരമാവധി സ്നേഹിക്കണം. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. ജോലിക്കാരെ വേണോ എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കും, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. കാരണം അവർ ഈ ദുനിയാവിൽ അധികം ഇല്ല. മുത്തനബി പഠിപ്പിച്ച പ്രായം വെച്ച് നോക്കുമ്പോൾ 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എന്റെ സമുദായം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവർക്ക് നമ്മൾ പരമാവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. നമുക്ക് നമ്മുടെ ഭാര്യയോട് പറയണം, നമുക്കിനി ജീവിക്കാൻ അള്ളാഹു കഴിഞ്ഞ ഇൻഷാ അല്ലാഹ് ഒരുപാട് ആഫിയത്തും ദീർഘായുസ്സും പടച്ച റബ്ബ് തരും. നമ്മൾ ഇവർക്ക് സേവനം ചെയ്യാം, ഇവരെ നമ്മൾ നോക്കി അവരുടെ കാലം ഇൻഷാ അല്ലാഹ് റാഹത്താകട്ടെ. നമുക്ക് പിന്നൊരു വീട് സൗകര്യം ചെയ്യാം. നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരു ഹൈറായ വാഹനം വാങ്ങാം. അപ്പൊ ഉമ്മയുടെ ചെലവുകൾ കാര്യങ്ങൾ നടക്കട്ടെ. അവർ സുഖമില്ലാതിരിക്കല്ലേ, ഓപ്പറേഷൻ എടുത്ത് വേണം, നടക്കട്ടെ. അവർക്ക് ചികിത്സയ്ക്ക് പണം വേണം, നടക്കട്ടെ. കാര്യങ്ങൾ നടക്കട്ടെ. നമുക്ക് അവർക്ക് ഉപദേശം കൊടുക്കണം. ഭാര്യ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം. കുടുംബജീവിതാകുമ്പോൾ അങ്ങനെയാണ്. പെണ്ണുങ്ങൾക്ക് എപ്പോഴും പറയാനുണ്ടാവും, നിങ്ങൾ ഉമ്മയെ നോക്കുന്നു അല്ലെങ്കിൽ വാപ്പയെ നോക്കുന്നു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താനുണ്ടാകും. അവരോട് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം. ദീനീ ബോധം അവർക്ക് കൊടുക്കണം. അതിന്റെ കൂലി ചെറുതല്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്ത്രീകൾ മനസ്സിലാക്കണം, വിവാഹം കഴിഞ്ഞാൽ നിന്റെ വാപ്പയ്ക്ക് വാപ്പയാണ് ആര്? ഭർത്താവിന്റെ വാപ്പ. അതുകൊണ്ടല്ലേ ഒരു മസല പറഞ്ഞുതരാം. ഷാഫി മദ്ഹബ് പ്രകാരം വിവാഹത്തിന് മുമ്പ് വാപ്പ അഥവാ ചെറുക്കന്റെ ഉപ്പാക്ക് നിന്റെ പെണ്ണിനെ കാണൽ ഹറാമായിരുന്നു. മനസ്സിലായില്ല? പെണ്ണ് കാണൽ ചടങ്ങിന് പോവാണ്. പെണ്ണ് കാണൽ ചടങ്ങിന് പോകുമ്പോ വരനാകാൻ പോകുന്ന പയ്യൻ, ആ പയ്യൻ മാത്രമാണ് ആരെ കാണേണ്ടത്? പെണ്ണിനെ കാണാൻ. നിങ്ങൾ ആരും പെണ്ണ് കാണാൻ പോയിട്ടില്ലേ? എന്നാ അനങ്ങാതിരിക്കുന്നു അല്ലേ? പെണ്ണിനെ കാണല്. അല്ലാതെ നാട്ടുകാരെല്ലാം അവിടെ വിളിച്ച് കൂട്ടുകാരെ വിളിച്ച് കാണിക്കാൻ പറ്റൂല. വാപ്പായി കൂടെ ഒന്ന് ഞങ്ങൾ കണ്ടോട്ടെ, കൊള്ളാവിടെ സൂപ്പറാന്ന് വാപ്പാക്ക് പറയാൻ പറ്റൂല. കല്യാണത്തിന് മുമ്പ് വാപ്പാക്ക് കാണൽ ഹറാം.
എന്നാ വിവാഹം കഴിഞ്ഞാലോ ഈ പെണ്ണുമായിട്ട് തൊടൽ വരെ പറ്റും എന്ന് പറഞ്ഞാൽ തൊട്ടോടിക്കാനല്ല, തൊട്ടത് കൊണ്ട് ഉപ്പാക്ക് കുഴപ്പമില്ല എന്നർത്ഥം. സംഭവം മനസ്സിലായില്ലേ? കാണൽ അനുവദനീയം. കാരണം മകൾക്ക് മകളായി മാറി. മനസ്സിലാകണം, മകളായി മാറുകയാണ് ഈ ഉപ്പ. ഈ മകൻ വിവാഹം കഴിക്കലോടുകൂടി വിവാഹത്തിന് മുമ്പ് കാണാൻ പറ്റാത്തതാകുന്ന ഉപ്പാക്ക് ഇപ്പൊ കാണാൻ വേണ്ടി വന്ന ഒന്ന് തൊട്ടത് കൊണ്ടും കുഴപ്പമില്ല. പരിശുദ്ധ ശറഅ് പഠിപ്പിക്കുക മകളായി മാറുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. സഹോദരിമാരറിയേണ്ടതാണ്. നിന്റെ വാപ്പയെ പോലെ തന്നെ കാണണം ഭർത്താവിന്റെ വാപ്പയെ, നിന്റെ ഉമ്മയെ കാണുന്നത് പോലെ തന്നെ കാണണം ഭർത്താവിന്റെ ഉമ്മയെ. വേർതിരിവ് നിന്റെ മനസ്സിൽ വരുമ്പോഴാണ് ആശങ്കയും പ്രശ്നവും ഉണ്ടാവുക. അപ്പോഴാണ് കുടുംബത്തിന് ശൈഥില്യം ഉണ്ടാവുക. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിന്റെ സ്വന്തം വാപ്പയോടും ഉമ്മയോടും കാണിക്കുന്ന അതേ സ്നേഹം തന്നെ നീ അവർക്ക് കൊടുക്കണം. കാരണം ഏറ്റവും കൂടുതൽ നീ ജീവിക്കുന്നത് നിന്റെ ഭർത്താവിന്റെ കുടുംബത്തിലായിരിക്കാം. അപ്പൊ അവരുടെ കൂടെ കൂടുതൽ നീ സൗകര്യം നിനക്ക് കൂടുതൽ. നിന്റെ ഉമ്മാക്ക് ഖിദ്മത്തെടുക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞിട്ടുണ്ടാവൂല, ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. സഹോദരിയുടെ ഭാര്യയുടെ വാപ്പ നേരത്തെ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. എന്നാൽ അതിന്റെ ഒക്കെ നിനക്ക് പറ്റുന്ന ഉതകുന്ന രീതിയിൽ നിന്റെ ഭർത്താവിന്റെ വാപ്പയും ഉമ്മയും നിന്റെ അടുക്കൽ എത്തിച്ചു. അവരുടെ മാലിന്യങ്ങൾ നിന്റെ കൈകൊണ്ട് നീ നീക്കിൻ, അവരെ പല്ല് തേപ്പിക്കൻ, സുഖമില്ലാതെ കിടക്കുന്നവരുടെ അശ്ലീലതകൾ, അവരുടേതാകുന്ന മാലിന്യങ്ങൾ നീ കഴുകി വൃത്തിയാക്കിൻ, റൂം വൃത്തിയാക്കി, അവരെ കുളിപ്പിക്കൻ, എന്തൊക്കെ ചെയ്തു കൊടുക്കണം അതൊക്കെ നീ ചെയ്തു കൊടുക്കൻ. ചെറിയ കൂലിയല്ല, വർണ്ണമായ പ്രതിഫലം. ദുനിയാവും കിട്ടും ആഖിറവും കിട്ടും. അങ്ങനെയാണ്. ദുനിയാവും കിട്ടും ആഖിറവും കിട്ടും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് മുആവിയത്ത് ബിൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ അതൈതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തശീറുഹു ഫിൽ ജിഹാദ്. പരിശുദ്ധമായ ധർമ്മസമരത്തിന്, യുദ്ധത്തിന് വേണ്ടി അവിടുത്തോടൊപ്പം ഞാൻ വരാൻ താല്പര്യം വെക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ മുആവിയത്ത് ബിൻ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, അഹയ്യുൻ വാലിദതുക, നിന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ? നിന്റെ ഉമ്മ വീട്ടിൽ ഒറ്റക്കല്ലേ? ഫഖുൽതു, ഉടനെ ഞാൻ മറുപടി നൽകി, നഅം യാ റസൂലല്ലാഹ്, ശരിയാണ് റസൂലേ, എന്റെ ഉമ്മ വീട്ടിൽ ഒറ്റക്കാണ്, എന്റെ മാതാവ് മാത്രമാണ് വീട്ടിലുള്ളത്. എന്റെ വാപ്പ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയതാണ്, എന്റെ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയതാണ്, എന്റെ പാവപ്പെട്ട ഉമ്മ മാത്രമാണ് വീട്ടിലുള്ളത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആവിയത്ത് ബിൻ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, എന്നാൽ എന്റെ കൂടെ ധർമ്മസമരത്തിന് വരേണ്ടതില്ല, എന്റെ കൂടെ ആളുകൾ കുറവുണ്ട്, എനിക്ക് ധർമ്മസമരത്തിന് കൂടെ ആളുകളും ആവശ്യമുണ്ട്. പക്ഷേ നിന്നെ ഞാൻ കൂടെ കൂട്ടുന്നില്ല. നിന്റെ മാതാവ്, നിന്റെ ഉമ്മ വീട്ടിലൊറ്റയ്ക്കാണ്, ഉമ്മാക്ക് ഖിദ്മത്തെടുത്ത് കൂടണേ ഹബീബായ റസൂലുള്ളാഹി. നീ എന്റെ കൂടെ ധർമ്മസമരത്തിന് വരുന്നത് ശത്രുവിന്റെ വെട്ടേറ്റുകൊണ്ട് ഷഹീദായിന്റെ കൂലി വാങ്ങാനല്ലയോ, അഥവാ ഷഹീദിന്റെ കൂലി വാങ്ങി സ്വർഗത്തിലേക്ക് കടക്കാനല്ലയോ. എന്നാൽ നിന്റെ വീട്ടിൽ നിന്റെ പ്രിയപ്പെട്ട മാതാവുണ്ട്, ആ മാതാവിനെ സേവനം ചെയ്തുകൊണ്ട് കൂടണേ, നിനക്ക് സ്വർഗത്തിലെത്താൻ കഴിയുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഫൈനൽ ജന്നത തഹ്ത റിജ്ലൈഹാ, നിന്റെ മാതാവിന്റെ കാൽ കീഴിലാണ് സ്വർഗ്ഗമുള്ളത്, മാതാവിനെ ഖിദ്മത്തെടുക്കണേ. അതുകൊണ്ടല്ല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അൽ ജന്നതു തഹ്ത ഖദാമിൽ ഉമ്മഹാത്, മാതാപിതാക്കളുടെ കാൽ കീഴിലാണ് സ്വർഗ്ഗം. മാതാപിതാക്കളെ ശ്രദ്ധിക്കണേ, അവരെ ശ്രദ്ധിക്കാതെ പോകരുതേ. സ്വർഗ്ഗം നിനക്ക് വേണോ? നീ നിസ്കരിച്ചത് കൊണ്ട് കാര്യമായില്ല. സ്വർഗ്ഗം നിനക്ക് വേണോ? നീ നോമ്പ് നോറ്റത് കൊണ്ട് കാര്യമായില്ല. സ്വർഗ്ഗം നിനക്ക് വേണോ? നീ സകാത്ത് കൊടുത്തത് കൊണ്ട് കാര്യമായില്ല. സ്വർഗ്ഗം നിനക്ക് വേണോ? നീ ഹജ്ജ് ചെയ്തത് കൊണ്ട് കാര്യമായില്ല. സ്വർഗ്ഗം നിനക്ക് വേണോ? പാതിരാത്രി സമയത്ത് നിശീതയിൽ കൂരിരുട്ടിനെ പകഞ്ഞു മാറ്റി പരിശുദ്ധമായ ഖുർആനുകൾ ഖത്മുകൾ തീർത്തത് കൊണ്ട് കാര്യമായില്ല. നിനക്ക് സ്വർഗ്ഗം വേണോ? നിന്റെ വീടിന്റെ അകത്തലങ്ങൾ കരിപിടിച്ചതാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് പാവപ്പെട്ട ഒരു മാതാവുണ്ട്, പാവപ്പെട്ട ഒരു പിതാവുണ്ട്, അവർക്ക് ഖിദ്മത്തെടുത്ത് കൂടണേ. സ്വർഗമാണ് ഹബീബായ റസൂലുള്ളാഹി.
ആദരവായ ഷഫിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞില്ലയോ, 3 വസ്തുക്കളിലേക്ക് നോക്കിയിരിക്കൽ പുണ്യമാണ് സഹാബ, 3 വസ്തുക്കളിലേക്ക് നോക്കിയിരിക്കൽ പുണ്യമാണ് ഹബീബായ റസൂലുള്ളാഹി. ഒന്ന് പരിശുദ്ധമായ കഅബയുടെ കറുത്ത കല്ലാണ്. കഅബ കറുത്ത പടവുകളാണ്. ആ കഅബയുടെ കറുത്ത പടവുകളിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ കൂലി കിട്ടുമേ, കൂലി കിട്ടുമേ. നിന്റെ കണ്ണിന് കുളിർമയാണ്, ഹൃദയത്തിന് സന്തോഷമാണ്, നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്, സ്വർഗത്തിലേക്കുള്ള പദവികൾ ഉയർത്തപ്പെടുകയാണ്. വെറുതെ നോക്കിയിരുന്നാൽ പുണ്യമുള്ള 3 വസ്തുക്കൾ. ഒന്ന് കഅബയാണ്, കഅബയാണ്. പരിശുദ്ധമായ മക്കയിലേക്ക് ഉംറയ്ക്ക് വേണ്ടി ഹജ്ജിന് വേണ്ടി പോകുന്ന എത്രയോ സഹോദരങ്ങൾ റൂമിൽ എയർ കണ്ടീഷൻ റൂം ഉണ്ടാകുമ്പോ ഒരു തവാഫ് കഴിഞ്ഞ് മടങ്ങി വന്ന് റൂമിൽ കിടന്നുറങ്ങുന്നവരെ, ഇനി അടുത്ത വക്കത്തിൽ ഞാൻ പോകുന്നില്ല എന്ന് പറയുന്നവരെ, പാടില്ല പാടില്ല, നിങ്ങൾ തവാഫ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ ആ കഅബയുടെ പരിസരത്ത് വന്നിരുന്ന് ഏതെങ്കിലും ഒരു നിലയിൽ മാറി നിന്ന് പരിശുദ്ധമായ കഅബയിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ കൂലിയാണ്. കഅബയിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ കൂലിയാണ്. നോക്കിയിരുന്നാൽ കൂലിയുണ്ട് എന്ന് പഠിപ്പിച്ച 3 വസ്തുക്കളിൽ ഒന്നാമത്തത് കഅബയാണ്, കഅബയാണ്. രണ്ടാമത്തത് പരിശുദ്ധമായ ഖുർആനാണ്. വീട് കുടിയിരിക്കുന്ന സമയത്ത് വീട് ഉദ്ഘാടനം ചെയ്യുമ്പോ വീടിന്റെ ഉടമസ്ഥയാകുന്ന മാതാവ് വിശുദ്ധ ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറുന്നതല്ലാതെ, ആ ഖുർആൻ ഏതെങ്കിലും ഷെൽഫിൽ കൊണ്ടുപോയി വെക്കുന്നതല്ലാതെ ഖുർആൻ ഓതുന്നവരുണ്ടോ? ഖുർആൻ ഓതുന്നവരുണ്ടോ? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ലാ തജഅലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനമാക്കരുതേ, ഖബറുകളാക്കരുതേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, വീടുകൾ ഖബർ പോലെ മൂകമായ അന്തരീക്ഷമാക്കരുതേ. ഫഇന്നൽ ബൈത്തല്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്താൻ. സൂറത്തുൽ ബഖറ ഒരു വീട്ടിൽ പാരായണം ചെയ്താൽ ആ വീട്ടിൽ പിശാച് പ്രവേശിക്കുകയില്ല. ഹബീബായ റസൂലുള്ളാഹി. എത്രയോ മുസ്ലിം സഹോദരങ്ങൾ, എത്രയോ സഹോദരിമാര്, എത്രയോ ചെറുപ്പക്കാര്, എത്രയോ ആളുകളെ പൈശാചികളെ ബാധിച്ചുകൊണ്ട് ഏർവാടിയിലും വിവിധ ദർഗകളിൽ മടക്കപ്പെട്ടവരില്ലയോ? അല്ലാഹുവേ, നീ പരിപൂർണമായ ശമനം നൽകണേ അല്ലാഹ്. അത്തരത്തിലുള്ള പൈശാചികൾ നിനക്കോ നിന്റെ മക്കൾക്കോ ഏകാതിരിക്കാൻ ഹബീബായ നബി തങ്ങളെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഓതണേ, ഓതണേ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണേ. ഫഇന്നൽ ബൈത്തല്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ ഒരു വീട്ടിൽ പാരായണം ചെയ്താൽ ലാ യദ്ഖുലു ഫീഹി ശൈത്താൻ, ആ വീട്ടിൽ പിശാച് പ്രവേശിക്കുകയില്ല. ഹബീബായ റസൂലുള്ളാഹി. ആരാണ് സഹോദര വിശുദ്ധ ഖുർആൻ ഓതുന്നത്? ആരാണ് സഹോദരി ഖുർആൻ ഓതുന്നവർ? വീട് ഉദ്ഘാടിക്കുന്ന സമയത്ത് കയ്യിൽ ഖുർആൻ പിടിച്ചുകൊണ്ട് വീടിന്റെ അകത്തളത്തിലേക്ക് കയറുന്നതല്ലാതെ പരിശുദ്ധമായ ഖുർആൻ ഖത്മുകൾ തീർക്കുന്നവരുണ്ടോ? വയസ്സ് 30 എത്തിയവരെ, 40 കഴിഞ്ഞവരെ, 50 കഴിഞ്ഞവരെ, ജോലിയുള്ളവരെ, ജോലിയിൽ നിന്ന് വിരമിച്ചവരെ, ഖുർആനുമായി എന്തേ നമുക്കൊരു ഹക്കില്ലയോ? നിന്റെ ആയുസിന്റെ എണ്ണം കണ്ടുകൊണ്ട് ഖത്മുകൾ നമ്മൾ തീർത്തവരുണ്ടോ? ചിന്തിക്കണേ, ചിന്തിക്കണേ. 30 വയസ്സ് കഴിഞ്ഞവർ 30 പ്രാവശ്യം ഖുർആൻ എന്ന പരിപൂർണമായ ഖത്മ തീർത്തവരുണ്ടോ? 40 കഴിഞ്ഞവർ 40 പ്രാവശ്യം ഖുർആൻ ഖത്മ തീർത്തിട്ടുണ്ടോ? 50 കഴിഞ്ഞവർ 50 പ്രാവശ്യം ഖുർആൻ ഖത്മ തീർത്തവരുണ്ടോ? അങ്ങനെ തീർത്താൽ ഖുർആനിനോടുള്ള ഹക്ക് തീർന്നു എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ആ രീതിയിൽ ഖുർആനുമായിട്ടുള്ള ബന്ധം നമുക്കില്ല. ആയുസ്സിലുന്നവരെ ഒരു ഖത്മ പോലും തീർക്കാത്ത എത്രയോ സഹോദരങ്ങളുണ്ട്. പരിശുദ്ധമായ സിലബസുകൾ മദ്രസകൾ പഠിക്കുന്ന മക്കള്, വിശുദ്ധ ഖുർആൻ നല്ലതുപോലെ ഓതാൻ അറിയുന്ന മക്കള്, എന്തേ നമുക്ക് ഒരു ദിവസം ഒരു ജുസ്, ഒരു പേജെങ്കിലും വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഒന്ന് ഓതിക്കൂടെ? ഓതാൻ അറിയില്ല എന്ന അവകാശവാദം ഉന്നയിക്കുന്നവരെ ഖുർആനിലേക്ക് വെറുതെ ഒന്ന് നോക്കിയിരുന്നാൽ പരിശുദ്ധമായ ഖുർആൻ വിക്കി വിക്കി ഓതുന്നവന് 2 കൂലിയുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി. നോക്കി നോക്കി തപ്പിത്തടഞ്ഞുകൊണ്ട് ഓതുന്നവരെ, അക്ഷരങ്ങൾ പിറക്കി ഓതുന്നതാകുന്ന മാതാപിതാക്കളെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. നിങ്ങൾക്ക് 2 കൂലിയാണ് ഹബീബായ റസൂലുള്ളാഹി. കാരണം നിങ്ങൾ
വീട്ടിൽ ഖുർആൻ മാറ്റിവെച്ചില്ല, എനിക്ക് ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഖുർആൻ മാറ്റിവെച്ചില്ല, ഓതാൻ നിങ്ങൾ തയ്യാറായി, അതുകൊണ്ട് 2 കൂലി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇനി ഓതാൻ തീരെ അറിയാത്തവരെ ആ ഖുർആൻ എടുക്കണേ, ഓതു എടുത്തുകൊണ്ട് കിബിലക്കവിമായിരുന്ന ഖുർആൻ എടുത്തുകൊണ്ട് ഖുർആനിന്റെ താളുകൾ വെറുതെ ഒന്ന് നോക്കണേ, ഓരോ അക്ഷരങ്ങളിലേക്കൊന്ന് നോക്കണേ, ഓരോ പേജുകളിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ കൂലിയാണ്. ലോകത്ത് ഒരു വേദഗ്രന്ഥത്തിനും ഈ ഒരു പദവിയില്ല. വിശുദ്ധ ഖുർആൻ നോക്കിയിരുന്നാൽ തന്നെ കൂലിയാണ്, കൂലിയാണ്. അത് ഓതാൻ അറിയാത്ത ആളുകൾ വിശുദ്ധ ഖുർആൻ വെറുതെ ഒന്ന് നോക്കി പേജുകൾ മറിച്ച് വീണ്ടും ഒന്ന് നോക്കി, പേജുകൾ മറിച്ച് വീണ്ടും ഒന്ന് നോക്കി, അടുത്ത പേജ് മറിച്ച് വീണ്ടും ഒന്ന് നോക്കി, പേജുകൾ മറിച്ച് അങ്ങനെ നോക്കി നോക്കി വരികളിലേക്ക് കണ്ണോടിക്കുന്നവരെ, നിന്റെ പാപങ്ങൾ പൊറുക്കാൻ നിമിത്തമാണ്, നിന്റെ കണ്ണുകൾക്ക് കുളിർമയാണ്, നിനക്ക് കൂലിയാണ്, കൂലിയാണ്. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ മൂന്നാമതായി പഠിപ്പിക്കുകയാണ്, 3 വസ്തുക്കളിലേക്ക് നോക്കൽ പുണ്യമാണ്. ഒന്ന് പരിശുദ്ധമായ കഅബയാണ്, മറ്റൊന്ന് പ്രിയപ്പെട്ടതാകുന്ന ഖുർആനാണ്, മൂന്നാമത്തത് നിന്റെ പ്രിയപ്പെട്ട മാതാവാണ്, നിന്റെ ഉമ്മയുടെ മുഖമാണ്. അടുക്കളയിൽ കരിപുരണ്ട വസ്ത്രം ധരിച്ചുകൊണ്ട് മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട മാതാവില്ലയോ, നിന്റെ മാതാവിന്റെ ചാരത്ത് വന്ന് ആ മാതാവിന്റെ മുഖത്ത് വെറുതെ എന്ന് നോക്കിയിരുന്നാൽ, സ്നേഹത്തോടുകൂടി നീ ഒന്ന് നോക്കിയിരുന്ന മുസ്ലിമേ, നിനക്ക് കിട്ടുന്ന കൂലി ചെറുതല്ല, നിനക്ക് കിട്ടുന്ന കൂലി ചെറുതല്ല, നിനക്ക് കൂലി ലഭിക്കുമേ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മാതാവിന്റെ മുഖത്ത് നോക്കിയിരുന്നാൽ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, വജ്ഹുൽ അബവൈൻ, മാതാവിന്റെ മാത്രമല്ല ഉപ്പയുടെ മുഖത്ത് നോക്കിയിരുന്നാലും കൂലി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവരുടെ മുഖത്ത് നോക്കിയിരിക്കുക, കാരുണ്യത്തോടു കൂടിയുള്ളൊരു നോട്ടം, അത് മതി നിനക്ക് രക്ഷപ്പെടാൻ. അവരുമായി സഹവസിക്കണം. നമ്മുടെ വീട്ടിലുണ്ട് വാപ്പായും ഉമ്മായും, ഇന്നും ജീവിച്ചിരിപ്പുണ്ടാവും, പക്ഷെ നമ്മൾ അവരോടൊരു 10 മിനിറ്റ് സംസാരിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. മിക്ക മക്കളും അവനവന്റെ ജീവിത ചുറ്റുപാടിൽ ഓടുക, നമ്മൾ ഒരേ തിരക്കിലാണ്. പക്ഷെ വീട്ടിലുള്ള മാപ്പയുടെയും ഉമ്മയുടെയും കാര്യങ്ങളൊന്ന് ചോദിച്ച് വിശേഷങ്ങളൊന്ന് അന്വേഷിക്കാൻ പോലും അവരോടുണ്ടല്ലോ, പിന്നെ അന്വേഷിക്കാമെന്ന തിരക്കിൽ നമ്മൾ തിരക്കിലാണ്. പാടില്ല. അവരോട് വിശേഷങ്ങൾ അന്വേഷിക്കണം, കാര്യങ്ങൾ ചോദിച്ചറിയണം, പങ്കുവെക്കണം, അവരോട് സംസാരിക്കണം, അവരോട് എല്ലാ കാര്യങ്ങളും സംവദിക്കണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മാതാപിതാക്കൾ എത്ര വേദനിപ്പിച്ചാലും നിന്റെ മനസ്സ് വേദനിക്കരുതേ. ഹബീബായ ഷഫിയായ റസൂലുള്ളാഹി എത്ര വേദനിപ്പിച്ചാലും, വാപ്പായും ഉമ്മായും ചിലപ്പോൾ ചില എന്തെങ്കിലുമൊക്കെ പറയും, നമ്മളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ടാവൂല, കുടുംബക്കാരോട് പറയും, ഓ അവനെ നോക്കുന്നൊന്നുമില്ലെന്ന്, വെറുതെ പടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളോട് ആര് വന്നിട്ട് പറയും, നമ്മുടെ കുടുംബക്കാർ വന്നിട്ട് പറയും, നീ നോക്കുന്നില്ലെന്നാണല്ലോ നിന്റെ ഉമ്മാനെ നിന്നെ കുറിച്ച് പറയുന്നു. കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ദേഷ്യം, ആ ദേഷ്യം നമ്മൾ ഉള്ളിൽ വെച്ച് പിന്നെ പെരുമാറാതെ. അങ്ങനെയുള്ളതിന് നീ നിൽക്കണ്ട. എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ വാപ്പയും ഉമ്മായും പറഞ്ഞാൽ, വാപ്പയും ഉമ്മയും എന്ത് പറയുന്നു, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. കാരണം അത് അവരുടെ ഒരു ഏജാണ്. അതാ ഞാൻ പറഞ്ഞത്, അതൊരു പ്രായം കഴിഞ്ഞാൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. 40 വയസ്സുള്ള വാപ്പായും ഉമ്മയാണെങ്കിൽ ഒരിക്കലും അത് പറയൂല. 50 കഴിയുമ്പോഴാണ് ആ പറച്ചിലുണ്ടാവുക. എപ്പോഴും എന്ത് കൊടുത്താലും തൃപ്തികരമല്ലാത്ത വാക്ക് അവർ പറയും. ഒരു പ്രായത്തിന്റെ ഒരു വാക്കാണ്, പ്രായത്തിന്റെ ഒരു ശൈലിയാണ്. അത് നീ കൂടുതൽ കണക്കിലെടുക്കണ്ട. ഹദീസാണ്, നബി തങ്ങൾ പഠിപ്പിച്ചതാ. നബി എടുക്കൽ ഒരു അനുയായി വന്നു. جاء رجل الى النبي صلى الله عليه وسلم. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുകയാണ്. ഫഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ നബിയേ നബിയേ, ഇന്നലി വാലിദാ, ഇന്നലി വാലിദാ, എനിക്ക് മാതാവുണ്ട് നബിയേ, എനിക്ക് മാതാവുണ്ട് റസൂലേ. ഉൻഫിഖു അലൈഹാ, എന്റെ പ്രിയപ്പെട്ട മാതാവിനെ ഞാൻ ചെലവഴിക്കുന്നുണ്ട്. വഹിയ തുദീനി ബിലിസാനിഹാ, എന്റെ മാതാവ് എന്തൊക്കെ ചോദിക്കുന്നുണ്ടോ അതെല്ലാം ഞാൻ അവർക്ക് നൽകുന്നുണ്ട്. ചോദിക്കാതെ തന്നെ അവർക്ക് വേണ്ടുന്ന സർവ്വതും ഞാൻ അവർക്ക് നൽകുന്നുണ്ട്. പക്ഷേ വഹിയ തുദീനി ബിലിസാനിഹാ, എന്റെ മാതാവ് എന്നെ കുറിച്ച് എപ്പോഴും അനാവശ്യം പറയുകയാണ് നബിയേ, എന്നെ ശല്യം ചെയ്യാൻ. തുദീനി ബിലിസാനിഹാ,
അവരുടെ നാവ് കൊണ്ട് എന്നെ ശല്യം ചെയ്യുന്ന പറഞ്ഞ ആൾക്കാരോട് മുഴുവനും എന്നെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. വൈകുന്നേരം സമയമാകുമ്പോൾ മതിലുമ ചരി എന്നിട്ട് അപ്പുറത്ത് വീട്ടുകാരോട് പറയും, ഓ അവൻ ഗുണമൊന്നുമില്ല, ഒന്നും തരുന്നൊന്നുമില്ല എന്ന് പറയും. നല്ല ഫുഡൊക്കെ അടിച്ചിട്ടാണ് നിൽക്കുന്നത്, മട്ടൺ അടിച്ചിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോഴും പറയും ഒന്നുമില്ല, രാവിലെ അവന് പട്ടടിയാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. അങ്ങനെയാണ് എന്റെ ഉമ്മ. ആരോട് പറയാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാം. അപ്പൊ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ആ പറച്ചിലെന്ന് മനസ്സിലായി. മാതാപിതാക്കളോട് പ്രത്യേകം ഉറപ്പെടുത്തുന്നു, നമ്മുടെ മക്കളോട് കുറിച്ച് നമ്മൾ ഒരു അനാവശ്യം പറയരുത്. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും അവരെ ശപിച്ചു പോകരുത്. എത്ര ദേഷ്യം നിങ്ങൾക്ക് വന്നാലും നിങ്ങളൊന്ന് കടിച്ചമർത്തണം. കാരണം ശപിച്ചു പോയോ ഉറപ്പാണ് മക്കൾ പിന്നെ രക്ഷപ്പെടൂല, ഗുണം പിടിക്കൂല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വലിയ വിഷയമാണത്. മൂന്ന് കൂട്ടർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൂന്ന് കൂട്ടരുടെ പ്രാർത്ഥനയ്ക്ക് വല്ലാത്ത ഉത്തരമാണ് സഹാബ, വല്ലാത്ത ഉത്തരമാണ് സഹാബ. അവർക്ക് ഉടനടി തന്നെ ഉത്തരം ലഭിക്കുമേ ഹബീബായ റസൂലുള്ളാഹി. അതിലാദ്യമായി നബി തങ്ങൾ പറഞ്ഞത് ദഅവത്തുൽ വാലിദി അലൽ വലദി. മാതാപിതാക്കൾ മക്കൾക്ക് എതിരായി ദുആ ചെയ്താൽ അല്ലാഹു ഉടനടി ഉത്തരം ചെയ്യുമേ ഹബീബായ റസൂലുള്ളാഹി. മക്കൾക്കെതിരായി മാതാപിതാക്കൾ എന്ത് ദുആയിരുന്നു തീർന്നു തന്നെ, അവിടെ കഥ കഴിഞ്ഞു. അല്ലാഹു കാക്കട്ടെ. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്ക് ചിലപ്പോൾ ദേഷ്യം പിടിക്കും, നല്ലതുപോലെ ദേഷ്യം പിടിക്കാറുണ്ട് ചെയ്ത് പ്രവർത്തനങ്ങൾ കാണുമ്പോൾ. അപ്പൊ ദേഷ്യം പിടിച്ചിട്ടും നീ മുടിഞ്ഞു പോടാ, നീ നശിച്ചടാ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കൂടി ശപിക്കും. പെണ്ണുങ്ങളാണ് അതിൽ മുമ്പന്തിയിൽ. അല്ലാഹു ആക്കട്ടെ. ശ്രദ്ധിക്കേണ്ടത്, ഉമ്മമാര് ശ്രദ്ധിക്കണം, ശപിക്കാൻ പാടില്ല. നീ ഒരു കാലത്ത് ഗുണം പിടിക്കൂലടാ എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞ് ശപിക്കും. തീർന്ന് പിന്നെ അവന് എത്ര ആ ശാപം എത്ര വർഷം കഴിഞ്ഞാലും ജീവിതത്തിൽ അത് കിട്ടിയിരിക്കും. മരിക്കുന്നതിന് മുമ്പ് ആ ശാപമൊക്കെ എത്തിയിരിക്കും. അങ്ങനെയാണ് ശപിച്ചു കഴിഞ്ഞാൽ. മാതാവിന്റെയും പിതാവിന്റെയും ശാപം ഏറ്റുവാങ്ങരുത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മക്കൾക്കെതിരിൽ നിങ്ങൾ ദുആ ഇറക്കരുത് ഒരിക്കലും. എന്തെങ്കിലും വിഷമിപ്പിക്കുന്നവർ ചെയ്തിട്ടുണ്ടാവും. പടച്ചവൻ അവന് നീ പുറത്തു കൊടുക്കുക, നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാഹ് എന്നല്ലാതെ. കാരണം എതിര് ദുആ ഇരുന്നോ അപ്പൊ ഫലിക്കും. അതുപോലെ തന്നെയാണ് നല്ല ദുആ ഇരുന്നാലും. പക്ഷെ നമ്മുടെ മനസ്സിൽ അത് വരൂല. നല്ല ദുആ ഇറക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മക്കളെ സാലിഹായി തീരാൻ ദുആ ഇറക്കണം. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ദഅവത്തുൽ വാലിദി അലൽ വലദി. മാതാപിതാക്കൾ മക്കൾക്കെതിരായി ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കുമേ. രണ്ടാമത്തേത് ദഅവത്തുൽ മുസാഫിരി. ഹലാലായ യാത്രക്കാരന്റെ ദുആ ആണ്. ഹലാലായ യാത്ര ചെയ്യുന്നവന്റെ ദുആ ആണ്. സിയാറത്തിന് വേണ്ടിയുള്ള യാത്ര, ജോലിക്ക് വേണ്ടി, ഹൈറായ ജോലിക്ക് വേണ്ടിയുള്ള യാത്ര, നല്ല യാത്രകൾ ഏതൊക്കെ ഹലാലായ യാത്രയുണ്ട് ആ യാത്രയിൽ ദുആ ഇറക്കുക. അവന്റെ ദുആ സ്വീകരിക്കുന്ന യാത്രക്കാരന്റെ ദുആ. സയ്യിദുനാ റസൂലുള്ളാഹി. വദഅവത്തുൽ മദ്ലൂം. ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി. മൂന്നാമത്തേതാണത് വദഅവത്തുൽ മദ്ലൂം. ആക്രമിക്കപ്പെട്ടവൻ, അകാരണമായി ഒരുത്തനെ വിളിച്ചിടിക്കാൻ നാട്ടുകാരെല്ലാം കൂടി. അപ്പൊ നമ്മളും പോയി കൈവച്ച് അങ്ങനെ അടിച്ച് പിടിച്ച് അവനെ ഐഡിയെല്ലാം കൊണ്ടിട്ട് ലാസ്റ്റ് പടച്ചവനെ ഈ സമൂഹത്തെ നീ അങ്ങ് തീർത്തേക്കണേ എന്ന് ദുആയിരുന്നാ മതി. അല്ലാഹ് ആക്രമിക്കപ്പെട്ടവന്റെ ദുആ ശ്രദ്ധിക്കണേ സയ്യിദുനാ റസൂലുള്ളാഹി. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഈ മൂന്ന് കൂട്ടരുടെ പ്രാർത്ഥനയ്ക്ക് ഉടനടി ഉത്തരം ലഭിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സലാസു ദഅവത്തിൻ മുസ്തജാബ. മൂന്ന് ദുആകൾക്ക് ഉത്തരമാണ്. അപ്പൊ നബിയുടെ അടുക്കൽ ഒരു അനുയായി വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ ഉമ്മ ഞാൻ എന്ത് ചെയ്തു കൊടുത്തിട്ടും അവർ എന്നെ കുറിച്ച് നാവ് കൊണ്ട് മോശത്തരം പറയാ. നബി കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുയായി ചോദിക്കുകയാണ്, നബി, എന്റെ പ്രിയപ്പെട്ട മാതാവ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, നാവ് കൊണ്ട് എന്നെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി അവർക്കുള്ളതാകുന്ന സേവനങ്ങൾ നിർത്തട്ടെയോ റസൂലേ? ഞാൻ അവർക്ക് എല്ലാം നൽകിയിരുന്നതാണ്, ഞാൻ ഈ കൊടുക്കൽ നിർത്തട്ടെയോ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പാടില്ല പൊന്നുമോനെ, ചെയ്യരുതേ സഹോദരാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ അനുയായിയോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ പ്രിയപ്പെട്ട മാതാവ് സുഖമില്ലാതെ വരുകയും ആ മാതാവിന് ഒരു ഓപ്പറേഷന് വേണ്ടി നിന്റെ ശരീരത്തിലെ മാംസം ആഗ്രഹമായി വരുകയും ഡോക്ടർ മുഖേന നിന്റെ ശരീരത്തിൽ നിന്ന് നല്ല മാംസം മുറിച്ചെടുക്കുകയും ചെയ്താലും അവരോടുള്ള ബാധ്യത നീ നിർവഹിച്ചവനല്ല.
കാൽഭാഗം പോലും നിർവഹിച്ചിട്ടില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഫവല്ലാഹി ലൗ ഖതഅത ലഹമക മാ അദ്ദൈത റുബ ഹഖ്ഹാ മാ അദ്ദൈത റുബ ഹഖ്ഹാ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. നിന്റെ പ്രിയപ്പെട്ട മാതാവിന് നിന്റെ ശരീരത്തിൽ നിന്ന് മാംസം ആവശ്യമായി വരുകയും ഒരു ഓപ്പറേഷന് വേണ്ടി നിന്റെ തുടയിൽ നിന്ന് മാംസം മുറിച്ചെടുക്കുകയും ചെയ്താലും മാതാവിനോടുള്ള 100% പോലും ബാധ്യത നീ നിർവഹിച്ചവനല്ല ഹബീബായ റസൂലുള്ളാഹി. എന്റെ മാംസം കൊണ്ട് അപ്പൊ ഉമ്മ ജീവിക്കുന്നത് നീ പറയണ്ട, നിന്റെ ശരീരം മുഴുവനും ഉമ്മ എന്നതാ. ആ മനസ്സിലാക്കണ്ടേ? ചില ആളുകൾ പറയും നമ്മുടെ ഇതാണ് ഒരു കിഡ്നിയാണ് ഇപ്പൊ വാപ്പ വെച്ചുകൊണ്ട് നടക്കുന്നത്, റാഹത്തായിട്ട് വാപ്പ നടക്കാൻ കാരണം നമ്മുടെ കിഡ്നിയാന്ന് പറയാം. നാട്ടുകാരോടും പള്ളിക്കാരോടും ഒക്കെ പറഞ്ഞു നടക്കണ്ട. നിന്റെ 2 കിഡ്നി ഉണ്ടായത് അവര് കാരണമാണ്. അതിൽ ഒന്നല്ല ഇപ്പൊ അങ്ങോട്ട് കൊടുത്തോളൂ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതൊന്നും വിഷയമല്ല. അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഒരിക്കലും നീ എന്ത് ചെയ്തു കൊടുത്താലും പരിപൂർണ അർത്ഥത്തിലേക്ക് എത്തൂല. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. മാതാപിതാക്കളെ അല്ലാഹു കബൂൽ ചെയ്തുമാറാവട്ടെ. അവർക്ക് വേണ്ടി നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആരൊക്കെ സംഭാവന നൽകുന്നവര് വേഗം ഇൻഷാ അല്ലാഹ് എന്ന് പറയും. സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് സ്വർണത്തിന്റെ മോതിരം കൊടുക്കുന്നവരുണ്ടാകും. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി മണവാട്ടി ബീവിയുടെ പദവി അള്ളാഹു ഉയർത്തുമാറാവട്ടെ. അവരുടെ പൊരുത്തം എനിക്ക് ലഭിക്കണം. എന്റെ മാതാപിതാക്കളുടെ ഖബർ സന്തോഷത്തിലാകണം. അവരുടെ ഖബർ ആനന്ദമാകണം. നാളെ സ്വർഗലോകത്ത് എനിക്കും അവർക്കും ഒരുമിക്കണം എന്ന നിയ്യത്ത് വെച്ചുകൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി നിയ്യത്ത് കൊണ്ട് സംഭാവന പറയുന്ന സഹോദരിമാരാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. കഴിയുന്ന തുക പറഞ്ഞോളി. അത് 5000 ആയിരുന്നാലും 3000 ആയിരുന്നാലും 2000 ആയിരുന്നാലും ഇൻഷാ അല്ലാഹ് പറയും. ഒരാൾ ഇൻഷാ അല്ലാഹ് തുടങ്ങി വെക്കും. മാതാപിതാക്കൾക്ക് വേണ്ടി മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തിട്ട് ഇനി ജീവിച്ചിരിക്കുന്നവരാണ് എങ്കിൽ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു സലാത്ത് എല്ലാവരും ഉറക്കച്ചൽ ഇൻഷാ അല്ലാഹ് ഉറക്കച്ചലണം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഏതൊരു സഹോദരനാണോ സഹോദരിയാണോ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ആദ്യമായി സംഭാവന പറയുന്നത് അവരുടെ സദഖയെ സ്വീകരിക്കണേ റബ്ബേ. ബാക്കി വെച്ച സംഭാവനയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ബാക്കി വെച്ച സമ്പത്തിൽ വർധനവ് നൽകണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നൽകണേ അല്ലാഹ്. അത് ദീനിനു വേണ്ടി ചെലവഴിക്കുന്നവരുമാണ്, നീ കബൂലാക്കണേ അല്ലാഹ്. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരാണ് മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ആരാളുള്ളത് ഇൻഷാ അല്ലാഹ്? ഒരാൾ പറഞ്ഞോളി. എന്താ മോന്റെ പേര്? ജുനൈദ്. വാപ്പാടെ പേരാ മോന്റെ പേര്? മോന്റെ പേരാണ് ജുനൈദ്. 5000 രൂപ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരു സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. സലാത്തെല്ലാം അടിക്കണ്ട, ഉറക്ക സലാത്തിലേക്കോ. ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം അതായിരിക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലൈഹി വസല്ലം. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. ജുനൈദ് എന്ന സഹോദരന് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നൽകണേ അല്ലാഹ്. അത് ദീനിനു വേണ്ടി ചെലവഴിക്കുന്നവരുമാണ്, നീ കബൂലാക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, കുടുംബാദികളെ, ബന്ധുമിത്രാദികളെ നീ കബൂലാക്കണേ അല്ലാഹ്. വന്ന് പറഞ്ഞ പൊന്നുമോന് നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. അവന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഉമ്മാക്ക് ആഫിയത്ത് നൽകണേ റബ്ബേ. അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. പരീക്ഷ അടുത്തു വരികയാണ്, ഉന്നത വിജയം നൽകണേ അല്ലാഹ്. ഉന്നതമായ കലാലയങ്ങളിൽ നിന്ന് ബിരുദം കരഗതമാക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ റബ്ബേ. സഹോദരങ്ങളെ, സഹോദരിമാരെ, നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് കൊടുക്കണേ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി കൊടുക്കണേ. അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് ലഭിക്കണം. മരണപ്പെട്ടു
മരണപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കണേ. അവരുടെ ഖബർ സന്തോഷത്തിലാകണം, സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിച്ചു കിട്ടണമെന്നുള്ള നിയ്യത്തിൽ നൽകണേ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, നീ ഖബൂലാക്കണേ അല്ലാ. പാരത്രിക ലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും സർവ്വത്തുകളും കാവൽ നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. ആരാണ് അടുത്തയാൾ? ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നല്ല നിയ്യത്തോടുത്തോ. 5000 കഴിയാത്തവർ അതിന്റെ താഴോട്ടുള്ളവർ പറഞ്ഞോളൂ ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. ചെറിയ തുകയാണ് എനിക്ക് പറയാൻ കഴിയുന്ന ഉസ്താദെ, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തുന്നിരിക്കണ്ട. പറയുന്ന അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ലൊരു സദഖ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിയ്യത്ത് ചെയ്ത് കൊടുക്കൽ അല്ലാഹു കബൂലാക്കട്ടെ. അവര് ഖബറിൽ കടന്ന് സന്തോഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട മകൻ ആ സദസ്സിലുണ്ട്, അവൻ ആ പറയുന്ന തുക കൊണ്ട് അൽഹംദുലില്ലാഹ് എന്റെ ഖബർ ശോഭനമായി സന്തോഷകരമായി എന്ന് ആനന്ദിക്കുന്ന ഒരവസ്ഥ വാപ്പയ്ക്കും ഉമ്മാക്കും അല്ലാഹു നൽകട്ടെ. അൽഹംദുലില്ലാഹ് അബ്ദുല്ലാ എന്ന സഹോദരനെ നീ ഖബൂലാക്കണേ റബ്ബേ. മരണപ്പെട്ടുപോയ ഉപ്പാക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട് 2000 രൂപ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. അബ്ദുല്ലാ എന്ന സഹോദരന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ആ ഉപ്പ ഖബറിൽ കിടന്നുകൊണ്ട് സന്തോഷിക്കുകയാണ്. അൽഹംദുലില്ലാഹ് എന്റെ പൊന്നുമോൻ എന്നെ മറന്നില്ലല്ലോ എന്ന് ഉപ്പാക്ക് വലിയ സന്തോഷം നൽകപ്പെടുകയാണ്. അല്ലാഹു ആ രീതിയിൽ ഉപ്പയുടെ ഖബറിലേക്ക് ഈ നിമിഷം തന്നെ അതിന്റെ മിസ്ൽ സവാബ് നീ എത്തിക്കണേ അല്ലാ. ഉപ്പയുടെ ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിച്ചു നൽകണേ അല്ലാ. മകൻ നൽകിയ സദഖയുടെ കാരണമായി ഉപ്പയുടെ ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. പാരത്രിക ലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. റഫീഖ് നാസർ 5000 രൂപ കരുനാഗപ്പള്ളിയിലുള്ള സഹോദരൻ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലമാണ് കരുനാഗപ്പള്ളി. അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. MFIP ലൈവിലൂടെ നൽകിയതാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. ഒരു സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, നീ ഖബൂലാക്കണേ അല്ലാ. റഫീഖ് നാസർ എന്ന സഹോദരന് നീ ബറക്കത്ത് നൽകണേ അല്ലാ. 5000 രൂപ സദഖയെ സ്വീകരിക്കണേ അല്ലാ. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എന്ന ദേശത്തുള്ള സഹോദരനാണ്. അല്ലാഹുവേ ലൈവിലൂടെ ഈ സദസ്സിലേക്ക് നൽകിയ സംഭാവന നീ സ്വീകരിക്കണേ റബ്ബേ. ബാക്കി വെച്ച സമ്പത്തിൽ വർധനവ് നൽകണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകണേ റബ്ബേ. ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ാണ് ഖബൂലാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. സഹോദരിമാർ ഇൻഷാ അല്ലാഹ് അവരുടെ ഭാഗത്തിലെ വളണ്ടിയേഴ്സ് കഴിയുന്നവർ വേഗം ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. നേരെ ഉള്ളത് 2000 വെച്ച് കഴിയുന്നവർ ഈ സദസ്സിൽ ആരുള്ളത് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കട്ടെ. നിയ്യത്ത് വെച്ച് കൊടുക്കും. ആ ബാക്കിലുള്ള സഹോദരങ്ങൾ ആരാ? നിയ്യത്ത് വെച്ച് കൊടുക്കുന്ന അല്ലാഹു കബൂലാക്കട്ടെ. മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇവിടെ അടങ്ങിയിരിക്കുന്ന ബീവിയുടെ പൊരുത്തം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഒരാളെ അല്ലാഹു വിലായത്തിന്റെ മർത്തബയിലേക്ക് തെരഞ്ഞെടുക്കുമെങ്കിൽ അതിന് അനുഗ്രഹിച്ച രീതിയിലുള്ളതാകുന്ന മഖാം അവിടെ രൂപപ്പെടുമെന്നാണ്. അതാണ് ഈ കാണുന്നത്. ഒരു വലിയ മഹതിയാണ് എന്നുള്ളതിന് തെളിവാണ് ഈ കാണുന്നതാകുന്ന വീട്, അവർക്കൊരുക്കിയിരിക്കുന്ന ഭവനം. കാരണം അത് അള്ളാഹു കൊടുക്കുന്നത്, നമ്മൾ ആരെയല്ല, നമ്മൾ അതിന് ഭാഗവക്കായി എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രസിഡന്റ് അസീസ് സാഹിബ് അടക്കം ധാരാളം ആളുകൾ അതിനുവേണ്ടി പരിശ്രമിച്ചവരുണ്ട്. നമ്മുടെ ഈ കമ്മിറ്റിയുടെ മുഴുവൻ ആളുകളും, സെക്രട്ടറി ബഷീർ സാഹിബ് എന്റെ നാട്ടുകാരാണ് എന്ന് പറഞ്ഞാൽ കോട്ടയത്ത് നിന്ന് വന്നവരാണ് അവരൊക്കെ. ഒന്നിനായി നമ്മുടെ ഷാഹുൽ അമീദ് സാർ അടക്കം, അദ്ദേഹത്തിന്റെ അനുജ ബഷീർ സാഹിബിന് ധാരാളം ആളുകൾ കോട്ടയത്ത് നിന്ന് വന്നവരുണ്ട്. എന്റെ നാട് കോട്ടയമാണ്. അവിടുന്ന് വന്ന ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാഹ് ഈ നാട്ടിലുണ്ട്. 10-35 വർഷം മുമ്പ് ഈ നാട്ടിൽ വന്ന് ഇന്ന് ഈ നാട്ടിൽ ഒരു ആത്മീയമാകുന്ന ഒരു ചൈതന്യം ഊട്ടിയുറപ്പിക്കാൻ മഹല്ലിന്റെ സെക്രട്ടറിയായി അദ്ദേഹം മാറി ബഷീർ സാഹിബ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അനുജൻ ഷാഹുൽ അമീദ് സാഹിബ് അടക്കമുള്ളവരുടെ പ്രവർത്തനങ്ങൾ വലിയ കാതലായ മാറ്റമുണ്ടാക്കി. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മഹല്ലിന്റെ പരിപാലക സമിതികൾ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഒത്തൊരുമയുടെ ഒരു വലിയ കൂട്ടായ്മയുടെ പരിശ്രമമാണ് ഈ കാണുന്ന ബിൽഡിംഗ്. അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അതിനാരെല്ലാം പ്രവാസികളൊക്കെ സഹായിച്ചവരുണ്ട് അവർക്ക് എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
ജുനൈദ് 5000 രൂപ ഗൾഫിലുള്ള മകന് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാ. ഗൾഫിലുള്ള പ്രിയപ്പെട്ട മകന് നീ ഖൈർ കൊടുക്കണേ അല്ലാ, നീ ഖൈർ കൊടുക്കണേ അല്ലാ. പ്രവാസിയായ പൊന്നുമോന്റെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകണേ റബ്ബേ, ഹലാലായ സാമ്പത്തികം നൽകണേ അല്ലാ. ബിസിനസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. മരിച്ചുപോയ മാതാവിനെ ദുആരക്കാൻ വേണ്ടി LK അബൂബക്കർ കുഴിങ്ങാട് 1000 രൂപ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ. അബൂബക്കർ സാഹിബിന് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. മരണപ്പെട്ടുപോയ അദ്ദേഹത്തിന്റെ കുടുംബാദികൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ഖബർ ജീവിതം സന്തോഷത്തിനാക്കണേ അല്ലാ. സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിച്ചു നൽകണേ അല്ലാ. ഭാര്യയ്ക്ക് സുഖമില്ല, ദുആ ചെയ്യാൻ 1000 രൂപ. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാ. അല്ലാഹു ഏതൊരു സഹോദരനാണ് നൽകിയത്, ആ സഹോദരന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് നീ പരിപൂർണമായ ആഫിയത്തുള്ള ദീർഘായുസ് നസീബാക്കണേ അല്ലാ. എത്ര വലിയ രോഗമാണെങ്കിലും നീ പരിപൂർണ ശമനം നൽകണേ റബ്ബേ. ശരീരത്തിന് ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നസീബാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നേരമുള്ളത് 1000 രൂപ വെച്ചിട്ടുള്ളവർ അല്ലാഹു സ്വീകരിക്കട്ടെ. സ്ത്രീകളുടെ ഭാഗത്ത് വേഗം അവിടെ വളണ്ടിയേഴ്സ് ഇല്ലേ, നോക്കിയാൽ നോക്കണം ഇൻഷാ അല്ലാഹ്. 1000 500 ഒക്കെ കഴിയുന്നവരൊന്ന് വേഗം എഴുതണം, പേര് തരണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, ഖബൂലാക്കുമാറാവട്ടെ. നമ്മുടെ പ്രിയ സുഹൃത്ത് ഖത്തറിലുള്ള സഹോദരനാണ് അൻവർ സാഹിബ്. ഞാൻ ഖത്തറിൽ പോയപ്പോൾ വലിയ സഹായം ഞാൻ കാലിച്ചാനടുക്കത്ത് എന്നെ ആദ്യം പ്രഭാഷണത്തിന് മുമ്പ് കൊണ്ടുവന്നൊരു വ്യക്തി കൂടിയാണ്. ഇപ്പോഴെല്ലാം 3 വർഷങ്ങൾക്ക് മുമ്പ്. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്ത് നൽകട്ടെ, അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ, ജോലിയിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അദ്ദേഹത്തിന്റെ ഭാര്യ, ഞാനന്ന് പോകുമ്പോൾ ഖത്തറിൽ പോകുമ്പോൾ എന്റെ വീട്ടുകാരും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ദിവസം ഭക്ഷണം നൽകി, വലിയ സ്നേഹം നൽകിയ വ്യക്തിയാണ്. അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കൾ എല്ലാവരെയും അല്ലാഹു സാലിഹീൻ ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാ നിയ്യത്തും അല്ലാഹു സാധൂകരിച്ച് നൽകട്ടെ. നേരെ വേഗം പറയും ബിസ്മില്ലാഹ്. ഒന്ന് അടുത്ത് വരിൻ, എല്ലാവരും ഒന്ന് അടുത്ത് വരിൻ. ദൂരെ ഇരിക്കുന്നവരൊക്കെ ഒന്ന് കസേരയിൽ നിന്ന് അടുത്ത് വരിൻ. ലൈവിലൂടെ ഉള്ളവർ ഇൻഷാ അല്ലാഹ് വേഗം പറയും. അല്ലാഹു സ്വീകരിക്കട്ടെ. നീ കഴിയുന്ന ആളുകളുണ്ട് ലൈവ് കേൾക്കുന്നവർ, അല്ലാഹു സ്വീകരിക്കട്ടെ. BH ഇബ്രാഹിം MFIP ലൈവിലൂടെ 1000 രൂപ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാ. ഇബ്രാഹിം എന്ന സഹോദരന്റെ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ അല്ലാ. പാരത്രിക ലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ലൈവായി പ്രഭാഷണം കേൾക്കുന്ന സഹോദര സഹോദരിമാർ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നസീബാക്കണേ അല്ലാ. എല്ലാവരും വരും ഇൻഷാ അല്ലാഹ്, അടുത്ത് വരും, എല്ലാവരും വരും. അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും വരും, ഒന്ന് മുന്നിക്ക് വരും, എല്ലാവരും വരും. അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. അടുത്തേക്ക് ബിസ്മില്ലാഹ്. ആ ദൂരെ നിൽക്കുന്നവരൊക്കെ ഇങ്ങ് വരും, മോമിനികളല്ല, എല്ലാവരും വരും. ദുആ എന്നിട്ട് വരും ഇൻഷാ അല്ലാഹ്. ചെറിയൊരു ദുആ. അല്ലാഹു നമ്മളെ ഖബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ നിയ്യത്തുള്ള അല്ലാഹു സാധൂകരിച്ച് തരട്ടെ. ഈ ഐക്യവും ഈ കൂട്ടായ്മയും മഹല്ലിന്റെ ഈ ഐക്യം അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. വളരെ മനോഹരമായ ഒരു സുവനീർ അൽഹംദുലില്ലാഹ് മഹല്ല് ഇറക്കിയിട്ടുണ്ട്. ഞാനത് ഇന്ന് കണ്ടു. വളരെ മെട്രോ ഹാജി പറഞ്ഞതുപോലെ ഏറ്റവും നല്ല സൂപ്പർ, ഞങ്ങൾക്ക് ഒരു ഇതുപോലെ ഇറക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞതുപോലെ നല്ലൊരു മനോഹരമായ ഒരു സുവനീർ അൽഹംദുലില്ലാഹ്. ചെറിയൊരു ഗ്രാമത്തില് വളരെ സന്തോഷകരമായ രീതിയിൽ ഒരു ഐക്യത്തിന്റെ ഒരു കൂട്ടായ്മ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രിയ സുഹൃത്ത് ലത്തീഫ് സാഹിബ് അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നസീബാക്കട്ടെ. എല്ലാവരും വരും, എല്ലാവരും മുന്നേക്ക് വരും. ഞാനിരിക്കണ്ട, എല്ലാവരും 5 മിനിറ്റ്. ഇത്രയും നേരം നമ്മൾ ഇരുന്നില്ല, ഇനി നമ്മൾ 5 മിനിറ്റ്. വാ ബിസ്മില്ലാഹ്. കൂടുതൽ നീട്ടൂല, ആരും പേടിക്കണ്ട, വേഗം വരും. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് 1-2 തേന്റെ ഉപ്പി കഴിഞ്ഞ ദിവസങ്ങൾ വന്നതിന്റെ മിച്ചം വന്നതാണ് ഇൻഷാ അല്ലാഹ്. അത് കയ്യിലുള്ള തുക ഏറ്റവും കുറഞ്ഞ ഒരു 100-ൽ കുറയാത്ത തുക ഇൻഷാ അല്ലാഹ് വാങ്ങിച്ചിട്ട് എല്ലാവരും അത് വാങ്ങി. അല്ലാഹു സ്വീകരിക്കട്ടെ, ഖബൂലാക്കുമാറാവട്ടെ. എല്ലാവരും വരും, കയ്യിലുള്ളത് കൊണ്ടുവന്നാൽ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ.
ഒരാൾ തുടങ്ങി വെച്ചോ. ബിസ്മില്ലാ. അല്ലാഹു കബൂലാക്കട്ടെ. നമ്മുടെ പ്രിയ സുഹൃത്ത് ഷരീഫ് സാഹിബ് ചെറിയ കച്ചവടമാണ്. എന്നോട് വന്ന സഹോദരനാണ്, മണിക്കോത്തുള്ള ചെറിയൊരു കച്ചവടക്കാരനാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. വേഗം വേഗം ചെറിയ 1-2 കുപ്പിയേ ഉള്ളൂ. പിന്നെ ഉസ്താദെ എനിക്ക് കിട്ടിയില്ലെന്ന് പറയരുത്. വേഗം നമ്മുടെ സയ്യിദന്മാരും മന്ത്രിച്ചതാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. കയ്യിലുള്ളത് കൊണ്ടുവന്നോളി. ബിസ്മില്ലാ. അല്ലാഹു കബൂലാക്കട്ടെ. സ്ത്രീകളുടെ ഭാഗത്ത് ആരെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നോക്കിയോ, ഒന്ന് വാലണ്ടിയേഴ്സ് ആരെയും നോക്കിയോ. ബിസ്മില്ലാ. എത്ര കുപ്പിയുണ്ട്? 3 കുപ്പിയുള്ളൂ. ആരുള്ളത്? ഇൻഷാ അല്ലാഹ് 3 പേര്. അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. രണ്ടെണ്ണം കൂടി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മളെ ഏവരെയും അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാസീൻ ബളാൽ 2000 രൂപ. സലീം പി എ 1000 രൂപ. പേര് പറയാത്തൊരു സ്ത്രീ ഉപ്പാക്കും ദ്വാരക്ക. അതുപോലെ തന്നെ മിസ്രിയ 501 500 രൂപ ഉമ്മാക്കും ഉപ്പാക്കും ദ്വാരക്ക. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ആരാണ്? ആരിഫ് അല്ലേ? MFIP ലൈവിലുള്ള ദ്വാരക്കം വാപ്പാക്ക് ദ്വാരക്കം 10000 രൂപ. ഒരു തക്ബീർ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. ആരിഫ് എന്ന സഹോദരന്റെ പ്രിയപ്പെട്ട വാപ്പാക്ക് ദുആ ചെയ്യാൻ 10000 രൂപ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഉപ്പാക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടുപോയ കുടുംബാദികൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ഈ സ്നേഹം നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹദിയവരുള്ള പൊരുത്തം അദ്ദേഹത്തിന്റെ മക്കൾക്കും കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നൽകണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാഹ്. ഉള്ള കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗങ്ങൾ നീ തുറസാക്കണേ അല്ലാഹ്. അല്ലാഹു യുറൂസോടനുബന്ധിച്ചുകൊണ്ട് ആരെല്ലാം സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി പിന്തുണച്ചവരുണ്ടോ, ഈ മഹത്തരമാകുന്ന കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ആരെല്ലാം സഹായമായി വർത്തിച്ചവരുണ്ടോ, അവരെല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. മരണപ്പെട്ട ഉപ്പയുടെ പേരിൽ ദുആ ചെയ്യാൻ അരീക്കുളം ഫാമിലി മങ്കയം. അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഉപ്പാക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സാലിഹത്തുമായ മക്കളെ നൽകണേ അല്ലാഹ്. കരീം മങ്കയം മരിച്ച ഉപ്പാക്ക് വേണ്ടി ദ്വാരക. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. സുഖമില്ലാത്ത രോഗിയായ അമീറിന് അമീറിന് ദ്വാരക. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കട്ടെ. ധാരാളം ആളുകൾ നമ്മൾ രോഗികളുണ്ട്. അന്യമതത്തിൽപ്പെട്ട സഹോദരങ്ങൾ നമ്മളോട് വലിയ സ്നേഹം വെച്ച് പുലർത്തുന്ന നല്ല പ്രായമുണ്ട്. ഇപ്പോഴും ഈ സദസ്സിന് പോയിട്ടില്ല. 12 ആയിട്ടുണ്ട്. എന്നിട്ട് അവരോട് നിൽക്കാണ്. ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത് തന്നെ. അല്ലാഹു അവർക്ക് നന്മ നൽകട്ടെ. അവർക്ക് ഹിദായത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി നൽകുമാറാവട്ടെ. മാനസികമാകുന്ന പ്രയാസങ്ങൾ അറുതി വരുത്തുമാറാവട്ടെ. നൗഫൽ ബങ്കർ എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട അനുജന് മക്കളാകാൻ വേണ്ടി ദ്വാരക. അല്ലാഹു സാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. 2000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മക്കളെ സാലിഹും സാലിഹത്തുമായ മക്കൾ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആ സാലിഹീങ്ങളാകുന്ന മക്കൾ അവരെ കണ്ടുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ആ മക്കളിലൂടെ വിജയം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിച്ചുപോയ അഷ്റഫ് കല്ലഞ്ചിറയ്ക്ക് വേണ്ടി ദ്വാരക. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കൊക്കെ ലക്ഷ്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ നിയ്യത്തുകളും മനസ്സിൽ വെക്കുക. നമുക്ക് ദ്വാരക്കാം. അല്ലാഹു സ്വീകരിക്കട്ടെ.
الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا وحمدا بقدر كمالك وعظمة ذاتك دائما بدوام ملكك يا الله سبحان الأبدي الأبد سبحان الواحد الأحد سبحان الفرد الصمد سبحان رافع السماء بغير عمد سبحان من بسط الأرض على الماء فجمد سبحان من خلق الخلق وحصاهم عددا سبحان من قسم الرزاق ولم ينسى أحدا سبحان من لم يتخذ صاحبة ولا ولدا سبحان من لم يلد ولم يولد ولم يكن له كفوا أحد سبحان المنفس عن كل مديون سبحان المفرج عن كل محزون سبحان من أمره بين الكاف والنون سبحان من إذا أراد شيئا أن يقول له كن فيكون يا مفرج الهموم والغموم فرج همومنا وغمومنا يا الله يا حي يا قيوم برحمتك نستغيث اللهم صل وسلم وبارك على سيدنا محمد شجرة الأصل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف صورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاصطفائية صاحب القبضة الأصلية والبهجة السنية والرتبة العلية من اندرجت النبيون تحت لوائه فهم منه وإليه وبارك وصل وسلم عليه وعلى آله عدد ما خلقت ورزقت وأمت وحييت إلى يوم تبعث من فنيت برحمتك يا الله يا أرحم الراحمين أرحم الراحمين يا الله الذي സ്വീകരിക്കണേ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടൽ കബൂലാക്കണേ അല്ലാഹ് ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ ദീനിയായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകണേ അല്ലാഹ് അറിഞ്ഞും അറിയാതെ രഹസ്യമായ പരസ്യമായ ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ് ഞങ്ങളുടെ ഹൃദയങ്ങൾ നന്നാക്കണേ അല്ലാഹ് ഹൃദയത്തിൽ അഹന്തയെ നീക്കം ചെയ്യണേ അല്ലാഹ് അഹങ്കാരത്തെ നീക്കണേ അല്ലാഹ് ലോകമാന്യത നീക്കണേ അല്ലാഹ് നിന്റെ മഅരിഫത്താകുന്ന നൂറോട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാഹ് ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകൾ ഞങ്ങൾക്കുണ്ട് റബ്ബേ ഈ സദസ്സിൽ വന്നു ചേർന്ന സഹോദര സഹോദരിമാർക്കുണ്ട് അല്ലാഹ് ഈ മഖാമിന്റെ പരിസര വീടുകളിലുള്ളവർക്കുണ്ട് റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ സർവ്വ ലക്ഷ്യങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ് ഇവിടെ വന്നു ചേർന്ന മുഴുവൻ സഹോദരങ്ങളെയും കബൂലാക്കണേ അല്ലാഹ് മണിക്കോത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഷരീഫ് നാസർ അടക്കം അൻവർ എന്ന് പറയുന്ന കാലിച്ചാടക്കുള്ള പ്രിയപ്പെട്ട സുഹൃത്തടക്കം സർവരുടെയും നിയ്യത്തുകളെ സാധൂകരിക്കണേ അല്ലാഹ് അല്ലാഹുവേ ഈ മഹല്ലിനെയും ഈ പള്ളിയെയും മഖാമിനെയും പരിപാലിക്കുന്നതാകുന്ന മുഴുവൻ പരിപാലക സമിതികൾ പ്രസിഡന്റ് അസീസ് സാഹിബും സെക്രട്ടറി ബഷീർ സാഹിബും അടക്കം അദ്ദേഹത്തിന്റെ കുടുംബാദികൾ ബന്ധുമിത്രാദികൾ സാധനങ്ങൾ മഹല്ലിന്റെ ഭാരവാഹികൾ ലത്തീഫ് സാഹിബ് അടക്കമുള്ളതായ മുഴുവൻ സഹോദരങ്ങളെയും നീ കബൂലാക്കണേ അല്ലാഹ് അവരുടെ നിയ്യത്തുകളെ സാധൂകരിക്കണേ അല്ലാഹ് വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ് അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലവിപത്തുകളെ തൊട്ട് നീ കാത്തി രക്ഷിക്കണേ അല്ലാഹ് മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹുവേ സാലിഹും സാലിഹത്തുമായ മക്കളെ നൽകണേ അല്ലാഹ് നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ് ആബിദീങ്ങളാക്കണേ അല്ലാഹ് ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ് നിന്നെ അറിഞ്ഞാരാധിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാഹ് മുഖ്ലിസീങ്ങളിൽ പെടുത്തണേ അല്ലാഹ് അഞ്ച് വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ് മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മാതാപിതാക്കളായി ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ് സർവോപരി കൂട്ടായ്മയെ നീ സ്വീകരിക്കണേ അല്ലാഹ് ആരെല്ലാം ഏതെല്ലാം
ആരെല്ലാം ലക്ഷ്യങ്ങളുമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ, ആരെല്ലാം നേർച്ചകളും സംഭാവനകളും പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ, അവരുടെ സർവ്വനിയത്തുകളും റബ്ബേ നീ സാധൂകരിച്ചു നൽകണേ അല്ലാഹ്. നേർച്ചകളെ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളോട് സ്നേഹം വെച്ച് പുലർത്തുന്ന സഹോദര സമുദായത്തിൽപ്പെട്ടവരുണ്ട്, അവരുടെ സ്നേഹത്തെ സ്വീകരിക്കണേ അല്ലാഹ്. അവർക്ക് നീ ഹിദായത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ സാമ്പത്തിക ഭദ്രത നൽകണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നൽകണേ അല്ലാഹ്. വീട് വെക്കാൻ പരിശ്രമിക്കുന്നവരുണ്ട്, ഖൈറായ വീട് നൽകണേ അല്ലാഹ്. ഉള്ള വീടുകൾ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. പരീക്ഷ എടുത്തിരിക്കുന്ന മക്കളുണ്ട്, ഉന്നത വിജയം നൽകണേ അല്ലാഹ്. ഉന്നതമായ കലാലയങ്ങളിൽ നിന്ന് ബിരുദം കരഗതമാക്കി നാടിന്റെ യശസ്സ് ഉയർത്തിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാക്കി ഞങ്ങളുടെ മക്കളെ കബൂലാക്കണേ അല്ലാഹ്. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരങ്ങൾ പലരുമുണ്ട് റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടുപോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ലൈവിലൂടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത സഹോദരങ്ങളുണ്ട്, ആമീൻ പിടിക്കുന്ന പാവപ്പെട്ട സഹോദര സഹോദരിമാരുണ്ട്. സർവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാഹ്. സർവോപരി അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവരുടെ ദറജ ഉയർത്തണേ അല്ലാഹ്. സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിച്ചു നൽകണേ അല്ലാഹ്. സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ അല്ലാഹ്. സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകുന്ന ഖതീബ് ഉസ്താദ് അടക്കമുള്ള ഉലമാക്കൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹദിയുടെ ദറജ ഉയർത്തണേ അല്ലാഹ്. ഈ മഹല്ലിനെ നീ ഇസ്സത്തിലാക്കണേ റബ്ബേ. പാവപ്പെട്ടവരാണ് റബ്ബേ, കൂലിത്തൊഴിലാളികളാണ് അല്ലാഹ്, നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പ്രവാസികളായ സഹോദരങ്ങളുണ്ട്, ബറക്കത്ത് നൽകണേ അല്ലാഹ്. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണേ അല്ലാഹ്. ഉള്ള ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സർവോപരി ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം ദർശിച്ച് സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല സമയത്ത്, നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി തുണക്കണേ അല്ലാഹ്. നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം بسيدنا محمد صلى الله عليه وسلم وبفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എനിക്ക് വേണ്ടി ലോക മുസ്ലിമീങ്ങൾ കൊണ്ട് ദുആ വസിയത്തോടുകൂടി ആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.